അവളില്ലാതെ ഞാനില്ല എന്നെന്റെ പെണ്ണിന്റെ കാതിൽ നീ ചൊല്ലുമോ, പരിഭവം പറയുമോ? And Kritika, if you don't mind, would you like to have a dance with me? See, we both are bored, so why not enjoy? അത് പിന്നെ സൂര്യ, അത് എന്തായാലും ഞാൻ ബോറടിച്ചിരിക്കുക. മഹിയേട്ടൻ എന്നെ മൈൻഡ് പോലും ചെയ്യുന്നില്ല. എന്നാ പിന്നെ ഡാൻസ് കളിക്കാല്ലേ, എന്റെ സീനൊന്നും ഇല്ലല്ലോ. ഓക്കെ, ഷ്യൂർ. What the fuck were you thinking by dancing with him? ഒരു ചാൻസ് കിട്ടിയപ്പോൾ അങ്ങ് യൂസ് ചെയ്യുവാണല്ലേ ഉണ്ടക്കണ്ണി. നിനക്കെന്താ അവനെ അത്രയ്ക്കങ്ങ് ഇഷ്ടപ്പെട്ടോ? പെണ്ണിനൊന്നും മനസ്സിലാകാത്ത പോലെ അവളുടെ ഒരു ചിരിയും സംസാരവും ഒക്കെ. എന്റെ മുന്നിലില്ലോ നിനക്ക് ഈ ചിരിയൊന്നും. അവന്റെ കൈ നിന്റെ ഇടുപ്പിൽ വന്നപ്പോ നീ ഒന്ന് സുഖിച്ചോടി പെണ്ണെ. അവൻ നിന്നെ ചേർത്തൊടിച്ചപ്പോൾ നീ എന്താ അതിലോട്ട് അങ്ങ് അലിഞ്ഞോ? അവൻ നിന്നെ ഇതുപോലെ മുഖത്തോട് മുഖത്തിങ്ങനെ നോക്കിയപ്പോ നിനക്ക് എന്താണ് ഈ വികാരം വന്നേ? എന്തൊക്കെയാ പറഞ്ഞു പോകുന്നേ? നോൺസെൻസ് പോലും ഒന്ന് പോടി. എനിക്ക് മഹാദേവ, ഇപ്പൊ എന്താ ഇവിടെ സംഭവിച്ചേ? മഹിയുടെ സ്വഭാവം എന്തിങ്ങനെ? എനിക്കൊന്നും മനസ്സിലാകുന്നില്ലല്ലോ. Hey Maheshwar, thank you so much for coming, buddy. It was nice seeing you after so long. And Kriti, once again, it was very sweet to meet you. And yep, let's meet again anytime, yeah. Oh yes, നമുക്ക് വീണ്ടും കാണണമല്ലോ. ആൻഡ് നെക്സ്റ്റ് ടൈം വരുമ്പോ ഗേൾഫ്രണ്ടിനെ കൊണ്ടുവരാൻ മറക്കല്ല, അല്ലെങ്കിൽ ഇതുപോലെ പോസ്റ്റ് ആകും ഞാൻ വീണ്ടും. Okay, deal. Next time ഞാൻ എന്റെ ഗേൾഫ്രണ്ടിനെ കൊണ്ടുവരാം. അതാവുമ്പോ നിനക്ക് പോസ്റ്റ് ആകത്തില്ല. മതിയോ? പോകാം. Hey Surya, thank you for inviting us once again, and let's meet again, yeah? Bye-bye. എന്ത് പറ്റി? ഭയങ്കര കലിപ്പിലാണല്ലോ. എന്റെ മഹാദേവ, എന്നെ കാത്തോണേ. എന്റെ പൊന്നെ, ഞാനും ബെഡ്റൂമിൽ കയറുന്നില്ല. വേണ്ട, ഇപ്പൊ പോയ ചൂടോടെ വാങ്ങേണ്ടി വരും. You are mine. You are mine, Kriti. നിന്നെ ആർക്കും വിട്ടുകൊടുക്കത്തില്ല. എന്തൊക്കെ സംഭവിച്ചാലും ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും നിനക്ക് എന്നെ ഇഷ്ടമല്ലെങ്കിൽ പോലും ഐ ഡോണ്ട് കെയർ. ഞാൻ ഇച്ചിരി നേരം മാറി നിന്നപ്പോഴത്തേക്കും നിനക്ക് അവന്റെ വീട്ടുകാര്യങ്ങളും ഗേൾഫ്രണ്ടിനെയും കാണണം അല്ലേ? നീ അവനെ കാണാൻ പോത്തില്ല. ഇച്ചിരി നേരം ഞാൻ മാറി നിന്നപ്പോഴത്തേക്കും അവളങ്ങ് ഇതെങ്ങോട്ടാ പറഞ്ഞു പോകുന്നത് എനിക്ക് മനസ്സിലായി. മഹിയേട്ടൻ വിചാരിക്കുന്ന പോലല്ല കാര്യങ്ങള്.
ഇതെന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? ഞാൻ ഗേൾഫ്രണ്ടിനെ കൊണ്ടുവരണമെന്നൊക്കെ പറഞ്ഞു മഹിയേട്ട, വേറെ ഒന്നും അല്ലല്ലോ. ഡി മിണ്ടിപ്പോകല്ലേ. ഹി ഈസ് മൈ ഫ്രണ്ട് ആൻഡ് ഐ ഡോണ്ട് വോണ്ട് യുവർ ഷാഡോ നിയർ ഹിം. ഞാൻ കെട്ടിയ പെണ്ണ് ആര് വിളിച്ചാലും ഡാൻസ് കളിക്കാനും കൂടെ പോകാനും പറ്റുന്ന ഒരു പെണ്ണാന്ന് ആരും വിചാരിക്കണ്ട. ഇതിനൊക്കെ വേറെ പേരാകും, കേട്ടല്ലോ. ഇതൊക്കെ എൻ്റെ റെപ്യൂട്ടേഷനെ ബാധിക്കും, എൻ്റെ സ്റ്റാറ്റസ്. ഞാനൊരു CEO ആണെന്ന് നീ മറക്കല്ലേ. അതുപോലെ നിങ്ങൾ മറക്കല്ലേ നിങ്ങളുടെ ഭാര്യയാണ് ഞാനെന്ന്. എന്റെ കഴുത്ത് നിങ്ങൾ കെട്ടിയ താലി ഇപ്പോഴും കിടപ്പുണ്ട്. നമ്മൾ ഒരു കിടക്ക പങ്കിട്ടില്ലെങ്കിലും നമ്മൾ തമ്മിലുള്ള ബന്ധം ഭാര്യ ഭർത്താക്കന്മാരാണ്. അതുകൊണ്ട് സൂക്ഷിച്ച് എന്നോട് സംസാരിക്കണം. ഇത്ര ചീപ്പായി സംസാരിക്കാൻ ഞാൻ സമ്മതിക്കത്തില്ല. എനിക്കുമുണ്ട് സെൽഫ് റെസ്പെക്ട്. ഈ പറയുന്ന സ്റ്റാറ്റസ് റെപ്യൂട്ടേഷൻ എനിക്കുമുണ്ട്, നിങ്ങൾക്ക് മാത്രമല്ല. നിങ്ങളൊരു CEO എന്ന് പറഞ്ഞ് എനിക്കൊരു കോപ്പമില്ല. ഓ യാ ഭാര്യ, 4-5 മാസം ആയില്ലേടി നമ്മൾ ആക്ടിങ് തുടങ്ങിയിട്ട്. നിനക്ക് റെപ്യൂട്ടേഷനും സെൽഫ് റെസ്പെക്റ്റും ഒക്കെ ഉണ്ടോന്നുള്ളതില്ലേ ആ ബാർ ഇൻസിഡന്റ് ഒന്ന് ഇടയ്ക്ക് ആലോചിക്കുന്നത് കൊള്ളാം. ഇപ്പൊ നീ എന്റെ ഭാര്യ ആയതുകൊണ്ട് മാത്രമാണ് ഞാനൊന്നും പറയാത്ത നിന്നെ. പിന്നെ ഇന്ന് നീ ആ പരിപാടി കാണിച്ച ചീപ്നെസ് ക്വസ്റ്റ്യൻ ചെയ്തതിനാണ് നീ ഈ ഷോ കാണിക്കുന്നല്ലേ. അപ്പൊ നീ അത് കാണിച്ചതിന് കുഴപ്പമില്ല. മഹിയേട്ടാ പ്ലീസ്, ആ ബാറിലെ കാര്യം പറയല്ലേ മഹിയേട്ടാ. അത് ഞാൻ റിഗ്രറ്റ് ചെയ്യത്തില്ല. ശരി, എന്റെ മിസ്റ്റേക്ക് ആയിരിക്കും, പക്ഷെ ഐ നെവർ റിഗ്രറ്റ് ദാറ്റ്. ആൻഡ് ഐ ഹാഡ് മൈ റീസൺസ് വൈ ഐ കിസ്ഡ് യു ആൻഡ് ഐ വാസ് ഓക്കെ വിത്ത് ഇറ്റ്. പക്ഷെ ഇപ്പൊ എനിക്കിത് പറയാൻ പറ്റത്തില്ല. ആൻഡ് ആ ഒരു ഇൻസിഡന്റ് വെച്ച് എന്നെ ഒരിക്കലും ജഡ്ജ് ചെയ്യല്ലേ. കൃതി, സ്റ്റോപ്പ് ക്രൈങ്. ഇല്ല, ഞാൻ നിന്നെ ജഡ്ജ് ചെയ്യുന്നില്ല. ഇല്ല മഹിയേട്ട, ഞാൻ ഒരിക്കലും വിശ്വസിക്കത്തില്ല. മഹിയേട്ടൻ എന്നോട് ഫസ്റ്റ് നൈറ്റ് പറഞ്ഞതാ. എന്നിട്ട് ഞാൻ പറഞ്ഞതാ ഇനി ഒരിക്കലും ഈ ടോപ്പിക് നമ്മളിവിടെ സംസാരിക്കില്ലെന്ന്. പക്ഷെ എപ്പോഴൊക്കെ എന്നെ കുറ്റപ്പെടുത്തുന്ന ടോപ്പിക് വരുന്നു, മഹിയേട്ടൻ അതെടുത്തിട്ടും. എനിക്കിത് കേട്ടോണ്ടിരിക്കാൻ വയ്യ മഹിയേട്ട. ഈ 4-5 മാസങ്ങളിൽ എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ അങ്ങനെ ഒരു പെണ്ണാന്ന് ഞാൻ? എന്റെ കണ്ണൂരിൽ നോക്കി പറ മയ്യേട്ട, എപ്പോഴെങ്കിലും. പ്ലീസ് ഡോണ്ട് ക്രൈ. ഐ എം സോറി. എടി പെണ്ണെ, എനിക്ക് നിന്റെ കണ്ണിൽ ഈ കണ്ണുനീരൊന്നും കാണാൻ പറ്റത്തില്ല. എന്റെ ഹൃദയം സോറി, ഐ എം വെരി സോറി. എടാ, എനിക്ക് ദേഷ്യം വന്നുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ പറഞ്ഞ്. ഐ ഡോണ്ട് മീൻ എനിത്തിങ്. It's just that when I saw you and Surya together, I couldn't control. എന്താ സംഭവിച്ചത് എനിക്കറിയില്ല, പക്ഷെ എനിക്ക് നല്ല ദേഷ്യം വന്നു. അതുകൊണ്ട് നിന്റെ അടുത്ത് ഞാൻ അതൊക്കെ ഇറക്കിയത്. എൻ്റെ പെണ്ണല്ലേ, എൻ്റെ ഭാര്യയല്ലേ, പ്ലീസ് പ്ലീസ് കരയല്ലേ. ആശ്വസിപ്പിക്കാൻ നോക്കിയതാണോ? കോമഡിയായിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ ഒരു കാര്യം പറയട്ടെ, സൂര്യ ഞാനൊരു ഫ്രണ്ടായിട്ട് പോലും എടുക്കാൻ എനിക്ക് പറ്റത്തില്ല. പക്ഷെ ഞാൻ അവിടെ ഒറ്റയ്ക്കായിരുന്നപ്പോ നിങ്ങൾ ഒരു സമയത്തെങ്കിലും ആലോചിച്ചു, നിങ്ങളുടെ ഭാര്യ എന്ന് പറയുന്ന ഒരാൾ അവിടെ ഉണ്ടെന്ന് നിങ്ങൾ അന്വേഷിച്ചോ എന്നുകൂടെ എനിക്ക് അറിയത്തില്ല. പക്ഷെ അത്രയും ബോറടിച്ചിരുന്നപ്പോഴാണ് സൂര്യ വന്നത് എനിക്കൊരു കമ്പനി തരാൻ വേണ്ടി. അങ്ങനെ എന്നോട് ഓരോ കാര്യങ്ങൾ സംസാരിച്ചു വന്നപ്പോഴാണ് എന്നോട് ഡാൻസ് കളിക്കാമെന്ന് ചോദിച്ചത്. അതെനിക്ക് റിജക്ട് ചെയ്യാൻ തോന്നിയില്ല. അത് ഇത്ര ചീപ്പായിട്ടൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. നിനക്ക് തോന്നുന്നുണ്ടോ പെണ്ണെ നിന്നെ ഞാൻ നോക്കാതെ അവിടെ മാറി നിൽക്കുന്ന്? അങ്ങനാണെങ്കിൽ നിനക്ക് തെറ്റി. നീ എപ്പോഴൊക്കെ ഓരോരുത്തരെ നോക്കി ചിരിച്ചുകൊണ്ടിരുന്നതും എന്നെ നോക്കി എപ്പോഴൊക്കെ കണ്ണുരുട്ടി പേടിപ്പിച്ചുകൊണ്ടിരുന്നതും ഒക്കെ ഞാൻ കാണുന്നുണ്ടായിരുന്നു ഉണ്ടക്കണ്ണി. നീ എന്നോടുള്ള ദേഷ്യം അവിടെ തീർക്കുന്നത് ഞാൻ കണ്ടു. സൂര്യൻ നിന്റെ അടുത്ത് വന്ന് സംസാരിച്ചിരുന്നപ്പോൾ നിന്റെ കൈ എപ്പോഴൊക്കെ വിറച്ചു എന്നുള്ളതും ഓരോ കാര്യങ്ങൾ സംസാരിക്കുമ്പോഴുള്ള നിന്റെ ആ നോട്ടവും ആ പുഞ്ചിരിയും നോക്കിക്കൊണ്ട് തന്നെയാണ് ഞാനിരുന്നേ. നീ ബനാന മിൽക്ക് കട്ടെടുത്ത് കുടിക്കുന്നതും കണ്ട പേസ്ട്രീസ് കഴിക്കുന്നതും ആരെങ്കിലും നിന്നെ നോക്കുന്നുണ്ടോ എന്നുള്ളതൊക്കെ ഞാൻ അവിടെ ഇന്ന് കാണുന്നുണ്ടായിരുന്നു. പിന്നെ എന്റെ പേഴ്സണൽ ചോയ്സ് ആണ്. അതായത് എനിക്കിഷ്ടമല്ല നീ ആരുടെ അടുത്ത് ക്ലോസ് ആവുന്നത്. എന്റെ ഫ്രണ്ട്സ് ആവട്ടെ, നിന്റെ ഫ്രണ്ട്സ് ആവട്ടെ. ഓ മൈ ഗോഡ് മഹിയേട്ടാ,
എനിക്കിപ്പോ സത്യം പറയട്ടെ, സന്തോഷിക്കണോ വിഷമിക്കണോ പേടിക്കണോ അറിയുന്നില്ല. ഐ മീൻ യു സൗണ്ട് വെരി വെരി ക്രീപ്പി. ഓക്കെ, ഇത്രയൊക്കെ എന്നെ നോട്ടീസ് ചെയ്യണമായിരുന്നു. പിന്നെ വേറൊരു കാര്യം, നിങ്ങളെ ഫ്രണ്ട്സിനോടോ അല്ലെങ്കിൽ എന്റെ ഫ്രണ്ട്സിനോടോ ഞാൻ സംസാരിച്ചാൽ എന്തിനാ ഇങ്ങനെ റിയാക്ട് ചെയ്യുന്നേ? Are you jealous or possessive of me? I don't care what you think of me. Creepy or crazy, I don't care. പിന്നെ ഞാനെന്തിനാണ് ഈ ജലസും പൊസസീവും ഒക്കെ ആകുന്നേ? നീ ആരാടി അതിനെന്റെ? എന്റെ ദൈവമേ, നിങ്ങൾ തന്നെയല്ലേ മനുഷ്യ ഞാൻ നിങ്ങളുടെ ഭാര്യയാണെന്ന് കുറെ നേരം ഇപ്പൊ പറഞ്ഞുകൊണ്ടിരുന്നത്. ഇപ്പൊ എന്നോട് തന്നെ വീണ്ടും ചോദിക്കുന്നു ഞാൻ ആരാന്ന്. മഹിയേട്ടാ, യു ആർ വെരി വെരി കോംപ്ലിക്കേറ്റഡ്. Maybe I'm complicated. നീ സഹിച്ചു? അതെ അതെ, സഹിച്ചല്ലേ പറ്റൂ. ഭർത്താവായി പോയില്ലേ. നീ എന്തിനാടി മഞ്ഞ തിരിക്കുന്നേ? ഉറക്കമൊന്നും വരുന്നില്ലേ? ഇല്ല, എനിക്കിപ്പോ ഉറക്കം വരുന്നില്ല. നിങ്ങൾ പോയി കിടന്നു. അതെന്താ ഇപ്പൊ ഉറക്കമൊന്നും വരാഞ്ഞത്? നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ ഓർത്താണോ? അതൊക്കെ വിടുകൃതി. ഇപ്പൊ നീ പോയി കിടന്ന് ഉറങ്ങാൻ നോക്കിക്കേ. എനിക്ക് ഉറക്കം വരുന്നില്ല എന്നല്ലേ മഹിയേട്ടാ ഞാൻ ഇപ്പൊ പറഞ്ഞത്. നിങ്ങൾ എന്തിനാ എന്നോട് വേണ്ടാത്ത കാര്യങ്ങൾ ഫോഴ്സ് ചെയ്യുന്നേ? ഞാൻ വേണ്ടാന്ന് പറഞ്ഞു. എനിക്ക് ഉറക്കം വരുമ്പോ ഞാൻ പോയി കിടന്ന് ഉറങ്ങും. നിന്നെ എപ്പോഴാണ് ഞാൻ ഫോഴ്സ് ചെയ്തേ? ഉറങ്ങണമെങ്കിൽ പോയി കിടക്കാന്നല്ലേ ഉദ്ദേശിച്ചുള്ളോ? ഒന്ന് വലിയ ഡയലോഗ് അടിച്ചോണ്ടൊന്നും വരണ്ട. വേണേ കിടന്നാ മതി. അത് തന്നെ, അത്രേ ഉള്ളൂ. സൗകര്യമുള്ളപ്പോ ഞാൻ കിടന്നുറങ്ങും. അല്ലാതെ നിങ്ങളെ താളത്തിന് തുള്ളാൻ വേണ്ടി അല്ല ഞാൻ ഇവിടെ വന്നിരിക്കുന്നേ. ഓ, ഈ പെണ്ണിന് എപ്പ കിടന്നുറങ്ങാനാ? ഇവൾ ഉറങ്ങുന്നതുകൊണ്ട് മാത്രമാണ് എന്റെ ഉറക്കം ശരിയാകുന്നത്. ഇതെനിക്ക് പറയാൻ പോലും പറ്റാത്ത അവസ്ഥയായിപ്പോയി. ഇനി ഇവള് വരുന്നവരെ വെയിറ്റ് ചെയ്യാം. അല്ലാതെ ഇപ്പൊ ഞാൻ എങ്ങനെ കിടന്നുറങ്ങും? ഓ മൊഹി, എന്തോരൊക്കെ അവസ്ഥയത്. എന്താ ഇന്ന് സാരിയൊക്കെ കൊടുത്ത് കിച്ചണില്? എന്റെ പൊന്നോ, ഞാൻ പേടിച്ചു പോയി. മഹിയേട്ടൻ എന്താ കിച്ചണില്? എന്തേലും വേണോ? അതെന്താടി ഭാര്യയെ? എനിക്ക് എന്തെങ്കിലും വേണമെങ്കിൽ മാത്രമേ കിച്ചണിൽ വരാൻ പറ്റത്തുള്ളൂ. ആരെയും കാണാൻ പറ്റത്തില്ലേ? അങ്ങനല്ല മഹിയേട്ട. എന്തിനാടി നീ കിടന്ന് ഇളകുന്നേ? ഞാൻ നീ എന്ത് ചെയ്യുവാന്ന് നോക്കാൻ വന്നതല്ലേ. ഇങ്ങനെയാണോ നോക്കാൻ വരുന്നേ? മാറി നിൽക്കും, ആരെയും വരും. എന്ത് വിചാരിക്കും? എന്ത് കാണുന്നു? അതിന് ഞാൻ നിന്നെ എന്ത് ചെയ്തു? ഇതില്ലേ, ഞാൻ സാരി എടുക്കുമ്പോ എപ്പോഴും കാണാറുണ്ടല്ലോ. ഇത് നിന്റെ ഇടുപ്പിൽ കാണാനില്ലേ? ഒരു പ്രത്യേക സുഖമാ പെണ്ണേ. അതെനിക്ക് പറഞ്ഞു തരാൻ അറിയില്ല. നീ സാരി ഉടുക്കുമ്പോ മാത്രമാണോടി ഇതൊക്കെ ഇടുന്നത്? ഇത് ഞാൻ എന്നും ഇടും. മറ്റേ ഉടുപ്പൊക്കെ ഇടുമ്പോ നീളായിട്ടുണ്ടായിരിക്കും കാണാത്ത. കൃതി, ഇപ്പൊ എന്റെ മനസ്സിൽ കൂടെ എന്തൊക്കെയാ പോകുന്നേന്നില്ലേ നിനക്ക് ചിന്തിക്കാൻ പോലും പറ്റത്തില്ല. ഇറ്റ് ഈസ് വെരി വെരി ഡർട്ടി. ഈ കിച്ചൺ നമുക്ക് വേറെ എന്തെങ്കിലും ആക്കാന്നുള്ളതൊക്കെ വേണ്ട. എന്റെ കുഞ്ഞു ഭാര്യ ഇപ്പൊ ഒന്നും ചിന്തിക്കണ്ട. നീ എന്റെ മുന്നില് ഇമാതിരി വേഷത്തിൽ വരാതിരുന്നാ മതി. അല്ലെങ്കിൽ നിന്നെ ഞാൻ മൊഹീന്റെ വേറൊരു രൂപം കാണിക്കും. അത് പിന്നെ എനിക്ക് ദാഹിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ ഇത്തിരി വെള്ളം കുടിക്കാൻ വേണ്ടി വന്നതാ. ഇല്ല, സമയം കിട്ടുമ്പോ നല്ലോണം ഞാൻ കുടിച്ചോളാം. ഷോ ഏട്ടത്തി അമ്മേ, വെള്ളം കുടിക്കാമെന്ന്. എന്റെ കൃതി, ഇവിടെ ഇപ്പൊ എന്താ സംഭവിച്ചേ? നിങ്ങളുടെ ഇടയിൽ എന്തോരം സെക്ഷൽ ടെൻഷനാ. ഓ,
നിന്നെ സമ്മതിച്ചിരിക്കുന്നു. എനിക്ക് ഒരുമാതിരി എന്തോ ഒരു കൊറിയൻ ഡ്രാമ കണ്ട് വൈബടിച്ചു. ഓഹോ, കിച്ചൺ സീൻസ് ഒക്കെ ഞാൻ കാണാൻ തുടങ്ങി ഫൈനലി. അയ്യേ, അങ്ങനൊന്നും ഇല്ല പ്രിയേച്ചി. പോടുന്ന്, എനിക്ക് എന്തോ പോലെ ആകുന്നു. അങ്ങേർക്ക് നാണവും മാനവും ഉള്ളിലും ഇല്ല ചേച്ചി. അങ്ങേർക്ക് ഭ്രാന്ത, ചുമ്മാ ഓരോന്ന് പറയിപ്പിക്കാൻ. ആ കൃതി, നീ എന്തൊക്കെ പറഞ്ഞാലും ഇല്ലേ, കലിപ്പൻ നല്ലോണം അടങ്ങാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടാ. നീ ആ മനസ്സിൽ മഞ്ഞ് കോരി ഒഴിക്കുന്നുണ്ട് പെണ്ണേ, നിനക്കത് മനസ്സിലാകാത്തതാ. മഹിയേട്ട് നല്ലോണം മാറിയിട്ടുണ്ട്. നീ വെയിറ്റ് ആൻഡ് വാച്ച് അളിയാ, ഇതൊക്കെ നോക്കിക്കോ, കലങ്ങി തെളിയും. മഹിയേട്ട, എനിക്ക് മഹിയേട്ടനോട് ഇഷ്ടം കൂടി വരുക. അതിന് എന്റെ ഹൃദയത്തിനോട് പറഞ്ഞ് മനസ്സിലാക്കി നമ്മൾ അർഹിക്കുന്നതല്ലാന്ന്. പക്ഷെ എന്തോ അവളത് കേൾക്കുന്നില്ല. എന്താ മഹിയേട്ട ഞാൻ ചെയ്യാ? മഹിയേട്ടൻ ഓരോ പ്രവൃത്തികളിലും എനിക്ക് പലതവണ തോന്നിയിട്ടുണ്ട് മഹിയേട്ടൻ ഞാനൊരാൾ എക്സിസ്റ്റ് ചെയ്യുന്നത് പോലും ഇഷ്ടമല്ലാന്ന്. എന്നെ കരയിപ്പിച്ചിട്ടുണ്ട്, വിഷമിപ്പിച്ചിട്ടുണ്ട്, ദേഷ്യപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷെ എന്തോ എനിക്ക് എന്നിട്ട് മഹിയേട്ടനെ വെറുക്കാൻ പറ്റത്തില്ല. ശരിയാ, പിണങ്ങിയിരുന്നിട്ടുണ്ട്, മിണ്ടാതിരുന്നിട്ടുണ്ട്, വിഷമിച്ചിട്ടുണ്ട്. പക്ഷെ അതൊന്നും ഒരിക്കലും വെറുപ്പല്ല. എനിക്ക് മഹിയേട്ടൻ എന്തൊക്കെ പറഞ്ഞാലും എനിക്ക് ഐ സ്റ്റിൽ ലവ് യു. ഒരു കർഷീനെ തുടങ്ങിയത് എങ്ങനെ എനിക്ക് പ്രണയം മാറിയെന്ന് എനിക്കറിയില്ല. പക്ഷെ കൂടെ നിന്നപ്പോൾ ഞാൻ വിചാരിച്ചത് ചിലപ്പം ശരിയാവില്ലെന്ന. പക്ഷെ അത് ഇഷ്ടം കൂടി വരുക. അതൊരു ചുംബനം കൊണ്ടായിരിക്കട്ടെ, അല്ലെങ്കിൽ സ്പർശനം കൊണ്ടായിരിക്കട്ടെ. നിങ്ങൾ എപ്പോഴൊക്കെ എന്നെ ക്ലെയിം ചെയ്തിട്ടേ ഉള്ളൂ, ലൈക്ക് ഐ ആം യോഴ്സ്. പക്ഷെ ഐ ഡോണ്ട് നോ ഇഫ് ദാറ്റ് ഈസ് ലവ്. അതൊരു ഒബ്സഷനായി മാറുകയെന്ന് മാത്രമേ എനിക്ക് മനസ്സിലാകുന്നുള്ളൂ. ഇപ്പൊ ഇന്ന് ആ പരിപാടിക്ക് പോലും എന്നെ നിങ്ങളുടെ കണ്ണിൽ നിന്ന് എങ്ങനെ കണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോ ഐ റിയലി ഫീൽഡ് ലൈക്ക് ഐ വാസ് ഇൻ ക്ലൗഡ് നൈൻ. ബിക്കോസ് ഒരു സ്ട്രേഞ്ചർ അല്ലെങ്കിൽ ഒരാളും ഒരിക്കലും ഇങ്ങനെ എന്നെ ഡിസ്ക്രൈബ് ചെയ്യാൻ കേട്ടിട്ടില്ല. ഞാൻ പോകുന്നത് തൊട്ട് കഴിക്കുന്നത് വരെ എക്സ്പ്ലെയിൻ ചെയ്തപ്പോ നിങ്ങൾ അത്രയും എന്നെ നോക്കുന്നുണ്ട്. അത് മേ ബി ആസ് എ ലവ് അല്ലായിരിക്കും, പക്ഷെ ആസ് എ വൈഫ് ഐ എം വെരി വെരി ഹാപ്പി. സമയം ഇത്രയായി. മഹിയേട്ടൻ ഇപ്പോഴും ആ മാൻഷനിൽ പോയി കിടക്കുവാന്ന് എനിക്ക് മനസ്സിലായി. അവളുടെ ഓർമ്മകൾ എപ്പോഴും ഞാനില്ലേ മഹിയേട്ട, ഒരു ചാൻസ് എനിക്ക് തന്നോടെ. അവളെ സ്നേഹിച്ചതിനെക്കാട്ടി കൂടുതൽ ഞാൻ സ്നേഹിക്കുന്നുണ്ട്. എന്നെ ഒന്ന് വിശ്വസിക്കുക. ഓ, ചിരിച്ചോണ്ടിരിക്കുന്ന കണ്ടില്ലേ? സന്തോഷമായല്ലോടി. എന്റെ ജീവിതമൊക്കെ ഇങ്ങനെ ആക്കി തീർത്തേന്. നീ സന്തോഷിച്ച് ജീവിക്കടേ നിന്റെ മറ്റവനോടൊപ്പം. ഇപ്പൊ ഞാൻ വന്നത് അതിനൊന്നും അല്ല. എന്റെ എടി, നമ്മൾ ഒരു ബെസ്റ്റ് ഫ്രണ്ട്സ് അല്ലായിരുന്നു? അവിടെ നിന്നാണ് നമ്മൾ റിലേഷൻഷിപ്പ് വരെ സ്റ്റാർട്ട് ചെയ്തത്. അത് കഴിഞ്ഞിട്ട് നിനക്ക് വേറെ ആളെ ഇഷ്ടമാണെന്നും പറഞ്ഞ് അതിന്റെ പുറകിൽ അങ്ങ് പോയി. ഫൈൻ, അതൊക്കെ ഞാൻ സമ്മതിച്ചു. പക്ഷെ എനിക്കിപ്പോ വൻ കൺഫ്യൂഷൻ ആയി കിടക്കാം. ബിക്കോസ് ഡിഡ് വി റിയലി ലവ് ഈച്ച് അതർ? അതൊരു ബിഗ് ക്വസ്റ്റ്യൻ മാർക്കായിട്ടാണ് കിടക്കുന്നത്. കാരണം നീ എന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആയിരുന്നു, അവിടെ നിന്ന് നമ്മൾ റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്തു. ആൻഡ് ദാറ്റ് വാസ് നോർമൽ ഫോർ us ബിക്കോസ് വി ബോത്ത് വെർ അണ്ടർസ്റ്റാൻഡിങ്. നിനക്ക് എന്നെ നല്ലോണം അറിയായിരുന്നു, എനിക്ക് നിന്നെ അറിയായിരുന്നു. നമുക്ക് രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യണം എന്ന് അറിയായിരുന്നു. ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാൻ എല്ലാ പോസിറ്റിവിറ്റീസും നമ്മൾ രണ്ടുപേരും അടുത്തുണ്ടായിരുന്നു. അതുകൊണ്ട് നമ്മൾ ആ റിലേഷൻഷിപ്പ് മുന്നോട്ടാണ് കൊണ്ടുപോയി. പക്ഷെ ഡിഡ് വി റിയലി ഹാവ് ലവ് ഇൻ ദാറ്റ്? ഐ ഡോണ്ട് നോ. ഒരു മാജിക്കൽ ഫീൽ ഉണ്ടോ? അതൊന്നും എനിക്ക് അറിയത്തില്ലായിരുന്നു. ബിക്കോസ് ഞാൻ നിന്നെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരുന്നു. അണ്ടിൽ മൈ വൈഫ് കൃതിക, മൈ ഉണ്ടക്കണ്ണി, അവൾ എൻ്റെ ലൈഫിൽ വന്നോടെയാണ് മൊത്തം തകിടം മറന്നത്. ഞാൻ എന്തിനാണ് അവളെ എൻ്റെ വീട്ടിൽ കൊണ്ടുവന്നത്? അവളെ വിഷമിപ്പിക്കാൻ, ഉപദ്രവിക്കാൻ ഉള്ളത് എൻ്റെ മനസ്സിലില്ല. എന്നാൽ പോലും ടോർച്ചർ ചെയ്യണം, ഡിവോഴ്സ് മേടിച്ച് അവളെ എൻ്റെ വീട്ടിൽ നിന്ന് ഇറക്കി വിടണം. ഇതൊക്കെയായിരുന്നു എൻ്റെ പ്ലാൻസ്. പക്ഷെ
ഇപ്പൊ എനിക്ക് അവളില്ലാതെ ഒരു നിമിഷം പോലും നിൽക്കാൻ പറ്റത്തില്ല എന്ന അവസ്ഥയായി. I'm obsessed with her. I have no fucking idea why. അവളെ ഞാൻ വിഷമിപ്പിക്കുന്നുണ്ട്, അവളെ ഞാൻ ഒരുപാട് കരയിപ്പിക്കുന്നുണ്ട്. പക്ഷെ അവളുടെ ഒരു കണ്ണുനീർ എന്റെ ഹൃദയത്തിനെ അത് എങ്ങനെ എഫക്ട് ചെയ്യുന്നുള്ളത് എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഞാൻ മഹേശ്വർ വർമ്മ ഹു ഡോണ്ട് ഈവൻ കെയർ വാട്ട് ദ ഫക്ക് ഷീ ഡസ്. അല്ലെങ്കിൽ അവള് മാത്രമല്ല, എന്റെ ഓഫീസിലുള്ളവർ പോലും കരഞ്ഞാൽ മൈൻഡ് ചെയ്യാത്ത ഞാനാണ് അവളുടെ കണ്ണുനീരിൽ നിന്ന് ഞാൻ അടിമയാണ്. അവള് കരഞ്ഞാൽ എനിക്ക് എന്തോ എന്റെ ഹൃദയം പൊട്ടി പൊളയണ ഫീലാ വരുന്നേ. ആൻഡ് ദാറ്റ് ഇസ് നോട്ട് നോർമൽ. അവള് ചിരിക്കുമ്പോൾ ഐ എം ഹാപ്പി. ഐ ഹാവ് നോ ഐഡിയ വൈ. നിനക്ക് കുറെ ബോയ്സ് ഉണ്ടായിരുന്നു ഫ്രണ്ട്സ് ആയിട്ട്, നീ നിനക്ക് ഇഷ്ടമുള്ള ഡ്രസ്സിങ് ഇടും. ഐ ഡോണ്ട് ഈവൻ കെയർ ബിക്കോസ് ഐ എം ഓക്കെ വിത്ത് ഇറ്റ്. പക്ഷെ ഇവള് ഒരു ഫ്രണ്ടിനോട് മിണ്ടിയതും എനിക്ക് സഹിക്കാൻ പറ്റിയില്ല. ഇവള് ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ട് പ്രണവ്. whenever he is near her I hate that. എന്റെ ഫ്രണ്ട്സ് പോലും അവളോട് മിണ്ടുന്ന എനിക്ക് ഇഷ്ടപ്പെടുന്നില്ല. ഐ എം ഒബ്സസ്ഡ്. ഷീസ് ലൈക്ക് ഷീസ് മൈൻ. അവളെ എനിക്ക് ആരൊക്കെയാണ്. ഐ ഡോണ്ട് വോണ്ട് ടു ഷെയർ ഹർ. എനിക്ക് അങ്ങനത്തെ കുറെ വിചാരങ്ങളാണ് വരുന്നേ. എന്തിനാന്ന് ചോദിച്ചാൽ എനിക്കത് അറിയത്തില്ല. എന്താ മോനൂസ് വിഷമിച്ചിരിക്കുന്നേ? എന്താ പറ്റി? മഹിയേട്ടൻ എന്തെങ്കിലും പറഞ്ഞോ? ഓ ഒന്നുമില്ല ചേച്ചി. ഇന്നലെ മഹിയേട്ടൻ തിരിച്ചു വന്നില്ല വീട്ടിലോട്ട്. മാൻഷനിൽ പോയെന്ന് തോന്നുന്നു. സാധാരണ പോയാൽ രാത്രി തിരിച്ചു വരണ്ടയാ, പക്ഷെ ഇന്നലെ എന്തോ വന്നില്ല. എനിക്കൊരു മൂഡ് ഔട്ട് പോലെയൊക്കെ. എന്തിനാ ചേച്ചി ഇപ്പോഴും അങ്ങോട്ട് പോകുന്നേ? ഇനി മഹിയേട്ടനെ കാണാൻ തോന്നുന്നു. ഈ ലവ് എന്ന് പറയുന്ന ഒരു വൃത്തിയായിട്ട് വികാരമാണല്ലേ വൺ സൈഡ് ആകുമ്പോ. അയ്യോ, എന്റെ ഭാര്യ വീട്ടിൽ എന്തെടുക്കുവാണോ എന്തോ. ഇന്നലെ രാത്രി വീട്ടിലും പോയില്ല. മെസ്സേജ് ഒക്കെ ഇട്ടു, പക്ഷെ റിപ്ലൈ ഒന്നുമില്ല. അവൾക്ക് കാര്യം കത്തി. ഒരു മൂടില്ല അവളെ കാണാതെ. വീട്ടിൽ വരെ ഒന്ന് പോയിട്ട് വന്നാലോ? പക്ഷെ എന്തു പറഞ്ഞു പോകും? ഞാൻ എന്തോ ചോദിക്കാം അവളുടെ അടുത്ത്. ഇന്ദ്രേട്ടനെ കണ്ടിട്ട് വീട് വരെ പോയിട്ട് വരാന്ന് പറയാം. എടാ മഹി, നന്നായി നിന്നെ ഇപ്പൊ കണ്ടത്. ഞാൻ അങ്ങോട്ട് വരാതിരിക്കുവായിരുന്നു. എടാ, ഞാനൊരു ഫയല് വീട്ടിൽ നിന്ന് എടുക്കാൻ മറന്നുപോയി. പ്രിയയോട് പറഞ്ഞപ്പോ പ്രിയ പറഞ്ഞു കൃതിമോളും ഞാൻ ഈ റൂട്ട് അവിടെ പോകുന്നുണ്ട്, അപ്പൊ അവളുടെ കൊടുത്തുവിടാന്ന് പറഞ്ഞു. അപ്പൊ മോൾ ഇങ്ങോട്ട് വരുന്നുണ്ട്. വലിയ പ്രശ്നമൊന്നും ഉണ്ടാക്കല്ലേ. ഓ ഓക്കെ. അപ്പൊ അവളോട് വരാൻ പറ. പിന്നെ ആ ഫയലും കൊണ്ട് എൻ്റെ അടുത്തോട്ട് വരാൻ പറഞ്ഞാൽ മതി. എന്തായാലും ഞാനാണല്ലോ ആ ഫയല് നോക്കണേ. അപ്പൊ വെറുതെ ഇനിയിപ്പൊ ചേട്ടനെ കണ്ട് എന്തിനാ സമയം കളയുന്നേ? എൻ്റെ അടുത്തോട്ട് വിട്ടാ മതി, ഞാൻ നോക്കിക്കോളാം ബാക്കി. കമിൻ. ഇന്ന് മഹിയേട്ടൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചായിരുന്നോ? ഞാൻ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടുണ്ട്. വേണമെങ്കിൽ ക്യാൻറ്റീനിൽ നിന്ന് നമുക്ക് ഒരുമിച്ച് കഴിക്കാം. ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ കഴിച്ചില്ല. ക്യാൻറ്റീൻ വരെ പോകണ്ട. ലെറ്റ്സ് സിറ്റ് ഹിയർ ആൻഡ് ഈറ്റ്. ഹേ മിസ്റ്റർ മഹേശ്വർ വർമ്മ, എന്നെ അന്വേഷിച്ചെന്ന് ഞാൻ കേട്ടു. You know I could stay late night today. Just in case you need extra hands for anything, and I'm here for any help as always, sir. That's not necessary, Sreya. നോക്കിയും കൊണ്ടൊക്കെ കയറി വരണ്ടടി. You may go right now. Oh, sorry, sir. Next time ഞാൻ വരുമ്പോൾ ഡോർ നോക്ക് ചെയ്തിട്ട് വരാം. And if you change your mind, you know where to find me, അല്ലേ? പിന്നെ ഉറപ്പായിട്ടും
അൺഫോർച്ചുനേറ്റ്ലി എന്റെ ഭർത്താവിന്റെ മോറൽ കോമ്പസ് ഇല്ലേ നിന്റേതുപോലെ എവിടെയും കളഞ്ഞു കിടക്കുമല്ല. Oh, Mrs. Verma, I'm sorry. I didn't hear you coming in. How surprising to see you here. ഞാൻ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. നീ ആടി വലിഞ്ഞു കയറി വന്നത്. പിന്നെ എന്റെ ഹസ്ബൻഡ് എന്റെ അടുത്ത് കംപ്ലൈന്റ് ചെയ്യുമായിരുന്നു, ഇവിടെ ഭയങ്കര നോയിസ് പൊല്യൂഷൻ ആണ്. ഐ അസ്യൂം ഇറ്റ് വാസ് കൺസ്ട്രക്ഷൻ. പക്ഷെ എനിക്ക് ഇപ്പൊ മനസ്സിലായി എന്തുവാ അങ്ങേര് ഉദ്ദേശിച്ചില്ല. Oh, what? What do you mean? I'm just doing my job and helping him, okay? Excuse me? Helping, അല്ലേ? ഞാൻ നിനക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് തരാടി നീ എന്ത് ഹെൽപ്പ് ഇവിടെ ചെയ്യണേന്ന്. You were flirting with my husband in his office while pretending it was work. അത് ഹെൽപ്പ് അല്ല, അത് ഹറാസ്മെന്റ് ആൻഡ് ഗ്രോസ്ലി അൺപ്രൊഫഷണൽ ആണ്. ഇതുപോലുള്ളതൊക്കെ ഓഫീസിൽ വെക്കുന്നതാണ്. Let me clear something, Shreya. My husband doesn't need help with his tie, his schedule or even his zipper. If you continue behaving like this as a desperate PA, I will make sure you spend your afternoon typing resumes instead of purring at my married men. Understood? I will make sure nee oy office il porthayirikkunnu. Mahi sir, you're making this very dramatic. And Mrs. Verma, I have my job to do right now, okay? And if he wants to what, Shreya? Be unfaithful to me. Be distracted from his work. അതല്ലെങ്കിൽ lose his reputation because of his stupid attention. അല്ലെങ്കിൽ നിനക്ക് അറ്റൻഷൻ വേണം, അതുകൊണ്ട് ഞാനൊരു കാര്യം ക്ലിയർ ആയിട്ട് പറഞ്ഞോട്ടെ, ഈ ബിഹേവിയർ നീ ഇവിടെ നിർത്തിക്കോണം. അഥവാ നീ ഇത് പിന്തുടരാനാണ് നിന്റെ തീരുമാനമെങ്കിൽ ഐ വിൽ മേക്ക് ഷുവർ ദാറ്റ് ഈ PA പൊസിഷനിൽ നീ കാണത്തില്ല ഈ ഓഫീസിൽ. അതിൻ്റെതായ ആക്ഷൻ ഞാൻ എടുക്കുന്നതായിരിക്കും. Oh, Mrs. Verma, are you threatening me? I'm not giving you any threatening. ഞാൻ ഒരു ചോയ്സ് തരുമോ നിനക്ക്. ഒന്നെങ്കിൽ നീ പ്രൊഫഷണൽ രീതിയിൽ നല്ലോണം നിൽക്കണം, അതല്ലെങ്കിൽ നീ അതിനുള്ള കോൺസിക്വൻസസ് നേരിടാം. ഞാനില്ലേ HR-നെതിരെ ഒരു കംപ്ലൈന്റ് ഒരു ഫയൽ ചെയ്താൽ നിന്റെ ഗതി അതോ ഗതി. യു ആർ മേക്കിംഗ് ദിസ് ഹാർഡ് ഫോർ യുവർ സെൽഫ്, ശ്രേയ. അതുമല്ല, നിനക്ക് ഈ ജോലി വെക്കണം എന്നുള്ളതാണെങ്കിൽ നിന്റെ വീട്ടിലെ നാണം കിടത്തണ്ട എന്നൊക്കെയാണ് നിന്റെ വിചാരമെങ്കിൽ മര്യാദയ്ക്ക് ജോലിയും ചെയ്ത് അടങ്ങി ഒതുങ്ങി പോകാം. അതല്ലെങ്കിൽ എന്റെ കയ്യിൽ നീ നല്ലോണം പണി മേടിക്കും. പിന്നെ ഇത്തിരി ഇങ്ങനെ ഉളുപ്പ് കാണിക്കുക, വല്ലവരുടെയും ഭർത്താക്കന്മാരെ പുറകെ നടക്കാനായിട്ട് നാണോ ഇല്ലാത്തവള്. ഞാൻ നിങ്ങൾ പറയുന്നൊന്നും കേൾക്കാൻ പോകുന്നില്ല, ഓക്കെ? ഞാൻ മഹിസാർ പറയുന്നത് മാത്രമേ കേൾക്കത്തുള്ളൂ. മാം ഇവിടെ കിടന്ന് ഷോ കാണിക്കേണ്ട. ഐ നോ സാറിന്റെ ലൈഫിൽ മാമിന് യാതൊരു സ്ഥാനവും ഇല്ലാന്ന്. അതുകൊണ്ട് നിങ്ങൾ ഇവിടെ ഒന്നും പറയണ്ട, ഓക്കെ? ഐ വിൽ ഓൺലി ലിസൺ ടു മൈ സർ. You have crossed the line again. ആരോട് നീ എന്റെ ഭാര്യയോട് അങ്ങനെ സംസാരിക്കാൻ? പുല്ലേ, നിന്നെ ഇനി ഞാൻ അവിടെ വെച്ച് പുറപ്പിക്കത്തില്ലടി. ഇതിന്റെ അവസാന ദിവസമാണ് ഈ ഓഫീസില്. നീ ഡാഷ് മോളെ. How dare you? HR-നെ അടുത്തുനിന്ന് എടുത്തോ. നിന്നെ ഇനി ഓഫീസിൽ ഈ ക്യാബിനകത്ത് കൊണ്ടേക്കരുത്. You are fired and get the fuck out of my room. Stupid. Sir, Mahi sir, I'm so sorry. ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചതല്ല പറഞ്ഞ്. സർ, എനിക്ക് പെട്ടെന്ന് ദേഷ്യം വന്നപ്പോൾ ഞാൻ അങ്ങനെ പറഞ്ഞതാ സർ. I'm so sorry. സർ, നമ്മുടെ മെമ്മറീസ് ഓർത്തെങ്കിലും പ്ലീസ് സർ എന്നെ പിരിച്ചുവിടല്ലേ. ഒരു ചാൻസും കൊടുത്താ. I'm very sorry. മാം, ഒരു ചാൻസും കൂടി എനിക്ക് തരാമോ എന്ന് ചോദിക്കും മാം, പ്ലീസ്. വെരി സോറി. നീ ഇതുപോലെ എത്ര യാചിച്ചാലും നിന്നെ ഞാനും എന്റെ ഭർത്താവും മൈൻഡ് ചെയ്യാൻ പോലും പോകുന്നില്ല. ആൻഡ് പ്ലീസ് സ്റ്റോപ്പ് കോളിംഗ് മീ മാം. മിസ്സസ് വർമ്മ എന്ന് വിളിച്ചാൽ മതി, അതാ എനിക്കിഷ്ടം. പിന്നെ ഇനി നീ എന്റെ ഭർത്താവിനോട് വല്ല സംസാരിച്ചു എന്നോട് ഞാൻ അറിഞ്ഞ നിന്നെ ഞാൻ വെച്ചേക്കില്ല മോളെ. ജലസിയോ പൊസസീവോ ഐ ഡോണ്ട് കെയർ. ആർക്കാരും നിങ്ങളെ പറ്റി എന്തെങ്കിലും ഗോസിപ്പ് ഈ കമ്പനിയിൽ വരെ ഞാൻ കേട്ട, അല്ലെങ്കിൽ നീ എന്തെങ്കിലും കഥ ഇറക്കി ഞാൻ അറിഞ്ഞ നിനക്ക് പിന്നെ ഭാവിയില്ല, ഓക്കെ? ഐ നോ യു ആർ ക്രീവിംഗ് അറ്റൻഷൻ. നീ എന്റെ ഭർത്താവിന്റെ പേര് വലിച്ചഴച്ചുകൊണ്ട് യാതൊരു അറ്റൻഷനും ഇവിടെ എടുക്കണ്ട. ഓരോന്നും പറഞ്ഞത് കേട്ടില്ലേടി? നാളെ ഇവിടെ നിക്കോ, ഇറങ്ങി പോടി. കൃതി, അത് പിന്നെ ശ്രേയ
നിങ്ങളൊന്നും പറയണ്ട. നിങ്ങൾക്ക് ഇതൊക്കെ നേരത്തെ അറിയാവുന്നതല്ലേ. ഇത് നിങ്ങൾ തന്നെയാണ് ഇതിങ്ങനെ കണ്ടിന്യൂ ചെയ്ത് വിട്ടത്. നിങ്ങളുടെ ലൈഫിൽ എനിക്കുള്ള സ്ഥാനം എന്തോന്നുള്ളത് പുറത്തുള്ളൊരു പനപ്പെണ്ണ് പറഞ്ഞല്ല ഞാൻ അറിയേണ്ടത്. അവള് വരെ അങ്ങനെയൊക്കെ വിചാരിക്കണമെങ്കിൽ എന്തൊക്കെ പറഞ്ഞ നടക്കുന്നത് നിങ്ങളുടെ ഓഫീസില്. ഒരു കാര്യം പറഞ്ഞേക്കാം മഹിയേട്ടാ, മഹിയേട്ടന്റെ പഴയ ലൈഫ് എങ്ങനാണോ അത് ഞാൻ മൈൻഡ് ചെയ്യുന്നില്ല. പക്ഷെ നൗ യു ആർ മൈ ഹസ്ബൻഡ്. അതിനുശേഷം നിങ്ങൾ എങ്ങനെ നടക്കുന്നു എന്നുള്ളത് എന്നെയും കൂടെ ബാധിക്കുന്ന കാര്യമാണ്. ഓക്കെ, എന്നെ നിങ്ങൾ ഏത് രീതിക്ക് ട്രീറ്റ് ചെയ്യുന്നുള്ളത് മറ്റൊരാളുടെ വായി എനിക്ക് കേൾക്കണ്ട. നിങ്ങളിവിടെ കളിച്ചും ചിരിച്ചും ഇരിക്കുമ്പോഴും മറ്റൊരാള് എന്റെ തട്ടിപ്പറിക്കാൻ നോക്കും ഇവിടെ. കൃതി calm down. I'm sorry. Okay, I know that's my mistake. നീ പറഞ്ഞത് ശരിയാ. ഞാൻ നേരത്തെ ആക്ട് ചെയ്യണോ അതനുസരിച്ച്. ഞാൻ പിന്നെ ലീനിയൻസ് അവരുടെ അടുത്ത് കാണിച്ചു എന്നുള്ളത് ശരിയാണ്. അത് ഞാൻ പല കാര്യങ്ങളും ഓർത്താണ്. ബട്ട് ഐ ഷുഡ് നോട്ട് ഹാവ്. ആൻഡ് ഐം സോറി. പ്ലീസ് ഈ കാര്യം പറഞ്ഞ് നമ്മുടെ ഇടയിൽ വഴക്കുണ്ടാവില്ലേ? ഞാൻ ഇതിന്റെ പേരൊന്നും പറഞ്ഞ് വഴക്കുണ്ടാക്കാൻ വരുന്നില്ല. ഇത് കഴിഞ്ഞ ചാപ്റ്ററാ. ഇനി വീണ്ടും ഇവിടെ വല്ല ഞാൻ ഇവിടെ കാണുകയോ അല്ലെങ്കിൽ വീണ്ടും എന്തെങ്കിലും കഥ അതിൽ ഇറങ്ങുന്ന ഞാൻ ഇവിടെ കേട്ടാ മഹിയേട്ടാ, പിന്നെ ഞാൻ ഇങ്ങനെയല്ലായിരിക്കും ബിഹേവ് ചെയ്യുന്നത്. ഓക്കെ, ഞാൻ പ്രൊട്ടക്ട് ചെയ്യും. വാട്ട് എവർ ഇസ് മൈൻ ഞാൻ അത് പ്രൊട്ടക്ട് ചെയ്യും അറ്റ് എനി കോസ്റ്റ്. ഓ എന്റെ കണ്ണി കിടന്ന് തിളക്കാതെ. എന്ത് ഭംഗിയാന്നറിയോ നിന്നെ ഇങ്ങനെ കാണാൻ. പിന്നെ ഐം ഹാപ്പി യു സീ മീ ആസ് യോഴ്സ്. ഓ, അതിനിപ്പം ഇത്ര വലിയ കാര്യം. ഞാനല്ലെങ്കിലും നിങ്ങള് എന്റേതായിട്ടൊക്കെ തന്നെ കാണുന്നത്. എന്റെ ഭർത്താവല്ലയോ, നിങ്ങൾക്കൊക്കെ അല്ലേ ബുദ്ധിമുട്ട്. എനിക്കെന്ത് ബുദ്ധിമുട്ട്? എനിക്ക് ഒട്ടും ബുദ്ധിമുട്ടില്ല. നീ റെഡിയാണെങ്കിൽ ഞാൻ നിന്നെ സ്വന്തമാക്കാം. എന്തേ? എന്തോന്ന്, ഞാൻ അങ്ങനല്ല ഉദ്ദേശിച്ചേ. അങ്ങനെ പറയാതെ. ഞാൻ നിന്നെ ഒന്ന് മൈൻഡ് ചെയ്യട്ടെ. എനിക്ക് ബുദ്ധിമുട്ടില്ലെന്ന് അറിയിക്കണ്ടേ? ഞാൻ നിന്റെയാന്ന് നിനക്ക് അറിയണ്ടേടി. ആരെങ്കിലും വരും. ഇത് ഓഫീസാ മഹിയുടെ റൂമല്ല. എന്താ ഭാര്യ പുലിക്കുട്ടിയെ ഇപ്പൊ പൂച്ചക്കുട്ടിയായി മാറിയോ? നാഥ സാമ്പാർ പോലെ തിളച്ചു മറിയുകയല്ലായിരുന്നു നീ. എന്താ മൈൻഡ് ചെയ്യണ്ടേ? ചേട്ടനെ സ്വന്തം ആക്കണ്ടടി എന്റെ മുത്തിനെ. മഹിയേട്ടാ പ്ലീസ്, ആരെങ്കിലും വരും. സീരിയസ് ആയിട്ട് പറയുക, മാറി നിൽക്ക്. അത് ഞാൻ അപ്പോഴത്തെ ദേഷ്യത്തിന് കിടന്ന് ചാടിയതല്ലേ. സോറി. Mahi sir, may I come in? ഈ പൊതി രക്ഷപ്പെട്ട് നിന്നെ ഞാൻ എടുത്തോടി വീട്ടിൽ വെച്ച്. കേട്ടോടി ഭാര്യ, സൂക്ഷിച്ചപ്പോ ചേട്ടൻ വൈകിട്ട് വരാം. സുന്ദരിയെ ഒരുങ്ങി നിക്ക്. അയ്യ, സുന്ദരിയെ ഒരുങ്ങി നിൽക്കാനോ? അതിനൊന്നും എന്നെ കിട്ടത്തില്ല. തള വന്നിട്ട് ഫുഡ് കഴിച്ച് കിടന്ന് ഉറങ്ങിക്കണം. ഇത് നേരത്തെ പറയാൻ പോലെ എന്റെ മിസ്റ്റേക്ക്. പൊന്നോ, ഞാൻ പോകുക. എന്റെ പെണ്ണെ, യു ആർ ഫൺ ബേബി ഗേൾ. മഹിയേട്ടാ, ഞാൻ ഫുഡ് എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നെ നാളെയില്ലേ എനിക്കൊന്ന് ഷോപ്പിംഗ് മോൾ വരെ പോണം, ഇച്ചിരി സാധനങ്ങൾ മേടിക്കാനായിട്ട്. അത് ആടി നീ പൊക്കോ. അതിന് എന്നോട് എന്തായാലും ഇതൊക്കെ ചോദിക്കണ്ടേ? ഞാൻ നിന്നോട് പോകണ്ടെന്നൊന്നും പറയത്തില്ലല്ലോ. അതല്ല, എന്റെ കൂടെ വരാമോ? എനിക്ക് തന്നെ പോകാനൊരു മടി. അതെന്നാ നിന്റെ കൂടെ എല്ലാ തോന്നിവാസത്തിനും കൂടെ നിൽക്കണ എന്റെ ഏട്ടത്തിയമ്മ എവിടെ പോയി? ഞാൻ പ്രിയങ്കയോട് ചോദിച്ചു. ചേച്ചി നാളെ ബിസിയാ, അപ്പൊ ചേച്ചിക്ക് വരാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചേ. എന്റെ പൊന്നടി, എനിക്ക് ഒന്നാമതേ അവിടെ ഇഷ്ടംപോലെ വർക്ക് കിടക്കുന്നു. അതിന്റെ ഇടയ്ക്ക് ഇനി നിന്നോട് ഷോപ്പിംഗ് മോളിൽ കറങ്ങാനുള്ള സമയമൊന്നും എന്റെ കയ്യിലില്ല. ഐ ഹാവ് മോർ സീരിയസ് തിങ്സ് ടു ഡു. ഒരു കാര്യം ചെയ്യാം, ഞാൻ ഡ്രൈവർ ചേട്ടനോട് പറയാം കാര്യം. അങ്ങേര് നിന്റെ കൂടെ കാണും. എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ അങ്ങേരോട് പറ. അതല്ലാതെ എനിക്കിപ്പോ വേറെ ഒന്നും പറ്റത്തില്ല. സോറി. അല്ലെങ്കിലും നിങ്ങളോട് ഇതൊക്കെ ചോദിച്ചിട്ട് കാര്യമൊന്നും ഇല്ലെന്ന് എനിക്ക് അറിയായിരുന്നു. ഇന്ന് ഞാനൊന്ന് ട്രൈ ചെയ്തതാ.
ഞാൻ തന്നെ അങ്ങ് പൊക്കോളാം. ഓ, മാഡത്തിന് നേരത്തെ ഉത്തരം അറിയായിരുന്നു, പിന്നെ എന്തിനാ ഇങ്ങോട്ട് എഴുന്നള്ളിയത്? തന്നെ അങ്ങ് വെക്കൂ. അത് തന്നെ അല്ലേലും ഞാൻ ചെയ്യാൻ പോണത്. താഴോട്ട് വാ, ഫുഡ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇങ്ങോട്ട് വന്ന് എന്നെ വേണം പറയാൻ. ഓ, എന്തോന്നാണ്ടി പുറത്തോണ്ട് പോകുന്നേ? ഉണ്ടക്കണ്ണീക്കുണ്ടെങ്കിൽ കൊറേ നാളായതോടി നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ടിട്ട്. അമ്പലത്തിൽ പോയതിനു ശേഷം നിന്റെ ഒരു വിവരവും ഇല്ലായിരുന്നു. മിസ് യു ഡി. ഓ സോറി എടാ, ഞാനും ബിസി ആയിരുന്നടാ ഓരോ കാര്യങ്ങളിലും. ഐ ഓൾസോ മിസ് യു സോ മച്ച്. എന്ത് ചെയ്യാനാ, നമുക്ക് പറ്റുന്ന എപ്പോഴെങ്കിലും ഒന്ന് മീറ്റ് ചെയ്യാണോ? ആണോ? ഞാൻ നാളെ ഫ്രീയാ. നീ നാളെ ഫ്രീ ആണെങ്കിൽ നമുക്ക് നാളെ മീറ്റ് ചെയ്താലോ? നീ ഫ്രീ ആണെങ്കിൽ മാത്രം മതി. നീ നാളെ ഫ്രീ ആണോ? എടാ, നാളെ ഞാനില്ലേ ഷോപ്പിംഗ് മാൾ വരെ പോകുന്നുണ്ട്. നീ അങ്ങോട്ടേക്ക് വരാമോ? ഞാൻ എന്തായാലും ഒറ്റയ്ക്കാ പോണത്. അപ്പൊ നീ ഇവിടെ കൂട്ടറുണ്ടെങ്കിൽ രക്ഷയായി. നമുക്ക് അവിടെ വെച്ച് മീറ്റ് ചെയ്യാം. ഓക്കെ, നമുക്ക് അങ്ങനെ മീറ്റ് ചെയ്യാം. വർമാസ് ഗ്രൂപ്പിന്റെ ഷോപ്പിംഗ് മാൾ അല്ലേ? നിന്റെ ഭർത്താവിന്റെ ഷോപ്പിംഗ് മാളിലൊക്കെ ഇപ്പൊ കേറുന്നുള്ളല്ലേ മാഡം ജി? അതുകൊണ്ടും നല്ല പ്രണവേട്ട. ഞാൻ വെളിയിൽ പോയി മേടിച്ചാൽ ഡബിൾ പൈസക്ക് മേടിക്കണം. ഇവിടെ ആവുമ്പോ ഡിസ്കൗണ്ട് കിട്ടും. എനിക്കതല്ലേ ലാഭം. ഓ, കള്ളി പെണ്ണ്. ഭർത്താവിനെ ഊറ്റി ജീവിക്കുക, അതിനും വേണം ഭാഗ്യം. എന്റെ ഭാഗ്യമൊക്കെ അവിടെ നിക്കട്ടെ. നാളെ നമ്മളത് എപ്പോ മീറ്റ് ചെയ്യും? എത്ര മണിക്ക് കാണണം? ഞാനിവിടുന്ന് ഒരു 9 മണിയൊക്കെ ആവുമ്പോ രാവിലെ ഇറങ്ങാം. നീ അപ്പൊ അതനുസരിച്ച് ബാ. ഇവിടെ നാളെ ആരെ മീറ്റ് ചെയ്യാൻ പോവാ? ഇവിടെ മോളിൽ പോണോന്നല്ലേ എന്നോട് പറഞ്ഞത്? ഞാനും അതനുസരിച്ച് വരാം. എനിക്ക് പിന്നെ ചില കാര്യങ്ങൾ നിന്നോട് പറയാനുണ്ട്. അതിപ്പോ എന്നിപ്പോ ഞാൻ പറയാതെ ജസ്റ്റ് നീ ഒന്ന് കേട്ടാ മതി. എന്നിട്ട് നീ എന്നെ ഹെൽപ്പ് ചെയ്യണം. എന്റെ മനസ്സ്. നിന്റെ മനസ്സിനെന്ത് പറ്റി? എന്താണ് എന്നോട് പറയാനൊരു മടി നിനക്ക്? അപ്പൊ എന്തോ ഉണ്ട്. നീ നാളെ വാ, എനിക്ക് ഒന്ന് വിശദീകരിച്ച് ചോദിക്കണമല്ലോ. ഓ, കൃമി തുടങ്ങി അങ്ങോട്ട്. നിന്നോട് അതല്ലേ പറഞ്ഞ നാളെ ഞാൻ പറയാന്ന്. ഇപ്പൊ എനിക്ക് പറയാൻ പറ്റത്തില്ല. ഓ, എന്നോട് ഇപ്പൊ എന്തിനാ അതിന് ദേഷ്യപ്പെട്ടേ? നാളെ ഞാൻ വരുമ്പോ എന്നോട് എല്ലാ കാര്യങ്ങളും പറയണം കേട്ടോ. എന്നോട് പണ്ടത്തെ പോലെ ഇഷ്ടമൊന്നും ഇല്ല. ഞാൻ കല്യാണം കഴിച്ചോണ്ടാണ് ഏട്ടൻ എന്നോട് ഇപ്പൊ ഇഷ്ടമില്ലാത്തത്. അയ്യോ, അതൊന്നും അല്ലേ എന്റെ പൊന്നെ. നീ ഓരോന്നും ആലോചിച്ച് കൂട്ടല്ലേ. അതുകൊണ്ടൊന്നും അല്ല, വേറെ ഒരു കാര്യമാണ്. എനിക്ക് നിന്നോട് എന്തിനാണ് ഇഷ്ടക്കുറവ്? നീ എന്റെ മൊത്തം മണിയല്ലേ. നീ നാളെ ബാ, ഞാൻ അപ്പൊ അവരോട് എല്ലാം പറയാം. ഓക്കെ? ഐ ലവ് യു സോ മച്ച്. സോ പ്ലീസ്, ഇങ്ങനത്തെ ഒരു വിചാരങ്ങളും നിന്റെ മനസ്സിൽ കൂടെ പോകില്ല. ഓക്കെ? താരിക്കാകാതെ പ്രണവേട്ട, എന്തുവാ ഇത്? എനിക്കറിയാം പ്രണവേട്ടനെ ഭയങ്കര ഇഷ്ടമാണ്. ഐ ഓൾസോ ലവ് യു സോ മച്ച്. നാളെ നമുക്ക് മീറ്റ് ചെയ്യാം. ഓക്കെ? ആൻഡ് നാളെ മഹിയേട്ട എന്റെ കൂടെ ഇല്ല. അതുകൊണ്ട് നമുക്ക് വിശദീകരിച്ചല്ലേ സംസാരിക്കാം. അപ്പം ഗുഡ് നൈറ്റ്. ഞാൻ പോട്ടെ. What the hell? ഇതിനു വേണ്ടിയാണല്ലേ അവൾ എന്നോട് ഇന്നലെ ചോദിച്ചത് ഞാൻ കൂടെ വരുന്നുണ്ടോ എന്ന്. അപ്പൊ ഇല്ലാന്ന് പറയുമ്പോ പ്രണവിനെ മീറ്റ് ചെയ്യാനായിട്ട്. ഇവര് തമ്മിൽ എന്താ ബന്ധം? എനിക്ക് ഇവര് നല്ല ഡൗട്ട് ഉണ്ട്. ഇവളെന്നെ ചീറ്റ് ചെയ്യുവാണോ? പക്ഷെ എനിക്കത് വിശ്വസിക്കാനും പറ്റത്തില്ല. എന്റെ കൃതി. പക്ഷേ ഇത് അങ്ങനെ വല്ല ആണെങ്കിൽ ഇത് ഞാൻ വിട്ടുകൊടുക്കത്തില്ല. പ്രണവേട്ട, എന്താ സീരിയസ് ആയിട്ട് പറയണോന്ന് പറഞ്ഞത്? ഇന്നലെന്തോ മനസ്സിനെ പറ്റിയൊക്കെ പറയാൻ പോയതല്ലേ? കാര്യം പറ. Yeah, everything is fine. It's just that എനിക്ക് നിന്നോടത് എങ്ങനെ പറയണോന്ന് അറിയില്ല. ഞാനത് പറയണമെന്ന് വിചാരിച്ച ദിവസമായി. പക്ഷെ നിന്നെ ഫേസ് ചെയ്യാനുള്ളൊരു മടി കൊണ്ടാണ് ഞാൻ പറയാഞ്ഞത്. അത് പിന്നെ കൃതി, എനിക്ക് നിന്നോട് അത് പ്രണവേട്ട, എനിക്ക് നല്ല രീതിക്ക് ദേഷ്യവും ടെൻഷനും അടിക്കുന്നു. കാര്യം പെട്ടെന്ന് പറ, എന്ത് വന്നു? അത് പിന്നെ കൃപ എന്നോട് അതിലേക്ക് പറഞ്ഞു. എന്തോന്ന്? അതൊക്കെ പറ, എനിക്കൊന്നും മനസ്സിലായില്ല. അത് പിന്നെ നിന്റെ സിസ്റ്റർ ഇല്ലേ കൃപ, അവൾ ഒരാഴ്ച മുന്നേ എന്നോട് ഐ ലവ് യു പറഞ്ഞ് പ്രപ്പോസ് ചെയ്ത്. വാട്ട്? കൃപയോ? പോ പ്രണവേട്ട, ചുമ്മാ കളിയാക്ക. പ്രണവേട്ട, യു സീരിയസ്? എടി, ഞാൻ എന്തോ പറയും, കളിയാക്കാതെ. എടി, ഞാൻ അവളെ ഇതുവരെ. ഞങ്ങളിപ്പോ ഈയിടയ്ക്കായിട്ട് മീറ്റിംഗ് ഒക്കെ ഉണ്ട്, ഞങ്ങൾ കാണുന്നുണ്ട്, പുറത്തുപോയി കഴിക്കുന്നുണ്ട്, രസാണ്. പക്ഷെ അവള് പെട്ടെന്ന് ഇങ്ങനെ അങ്ങ് ചോദിച്ചപ്പോ ഞാൻ എന്തായാലും ഉത്തരം പറയാ.
ഓ പ്രണവേട്ട, സോറി, ഞാൻ കളിയാക്കിയതല്ല. പ്രണവേട്ട എപ്പോഴെങ്കിലും ഒരു തവണ പ്രണയിച്ചിട്ടുണ്ടോ? ആ ഒരു ഫീല് കിട്ടട്ടെ. എന്റെ സിസ്റ്ററായോണ്ട് ഞാൻ പറയുന്നല്ല. അവള് ഇച്ചിരി തലതെറിച്ചതാ, പക്ഷെ ആളെ പാവുക. വേണമെങ്കിൽ ഒന്ന് ട്രൈക്കും. പിന്നെ ഇങ്ങനെ ഒറ്റത്തടിയെ നടന്നിട്ട് എത്ര നാളിങ്ങനെ മുന്നോട്ട് പോകാനാ? ആരെങ്കിലും ഒക്കെ വേണ്ട ലൈഫില്. അതോ ആരെങ്കിലും ഉണ്ടോ? ഓ ഉണ്ടായിരുന്നു ഒരു കാന്താരി. ആരാ ആരാ ഞാൻ കേട്ടില്ല. ഓ ആരുമില്ല. എന്നോട് അങ്ങനെയൊക്കെ ചോദിച്ചാ എനിക്കറിയില്ല അതൊന്നും. ഇപ്പൊ നിന്നോട് ഞാൻ ചോദിച്ചാൽ ഉത്തരം പറ. ഞാൻ എന്താ ഇവിടെ ചെയ്യണ്ടേ? ഞാനിപ്പോ എന്താ പറയാ പ്രണവേട്ട, നിങ്ങൾ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാദ്യം. കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്തിട്ട് ട്രൈ ചെയ്യ. ലൈക്ക് ഡേറ്റിനൊക്കെ ഒന്ന് പോയിട്ട് നോക്ക് അത് ശരിയാകുന്നു. സംസാരിച്ച് അങ്ങനെയൊക്കെ ഒന്ന് പോ. ഒരു ലവേഴ്സ് ചെയ്യണ പോലത്തെ ഒരു മിനി വേർഷൻ ചെയ്ത് നോക്ക്. പറ്റത്തില്ലെന്നാണെങ്കിൽ റിജക്ട് ചെയ്യുക. ഒരിക്കലും ഫോഴ്സ് റിലേഷൻഷിപ്പ് ആയിരിക്കരുത്. എന്റെ സിസ്റ്റർ ആയതുകൊണ്ടൊന്നും അതിന്റേതായ യാതൊരു പരിഗണനയും കൊടുക്കണ്ട അവൾക്ക്. നിങ്ങൾക്ക് എങ്ങനെ മുന്നോട്ട് പോകണം, നിങ്ങൾ അത് അങ്ങനെ തന്നെ തീരുമാനിച്ച് വേണം പോകാൻ. അതല്ലാതെ ഫേക്ക് ആയി നിൽക്കരുത്. എനിക്ക് അത്രേ പറയാനുള്ളൂ. ആ പരിഗണനയോ ഒരിക്കലും ഞങ്ങൾക്ക് കൊടുക്കാൻ പോകുന്നില്ല. വായാടിന്ന് ഞങ്ങളെ വിളിക്കുന്നത് തന്നെ. എന്റെ പൊണ്ണോ എന്തോ ചില പറയാ അവള് നിന്നെ പോലെ തന്നെ, പക്ഷെ നിന്റെ ഒരു എക്സ്ട്രീം വേർഷൻ ആണ് ആ സാധനം. അതുകൊണ്ട് എനിക്ക് അവളോട് നോ പറഞ്ഞ അവളുടെ ആ ഫേസിലെ സന്തോഷം പോകുമെന്നാണ് എന്റെ ഒരു ഇത്. നോക്കട്ടെ എങ്ങനെയാന്ന്. അവളുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യാനൊക്കെ രസമാടാ. ഐ മീൻ എനിക്ക് ബോർ അടിച്ചിട്ടില്ല, രസമാണ്. എനിക്ക് ഇപ്പൊ ഞാൻ ഇതിന് റിപ്ലൈ കൊടുക്കേണ്ടതെന്ന് എനിക്ക് അറിയാത്തെ. നീ പറഞ്ഞതുപോലെ നോക്കട്ടെ. ഓ അതിന്റെ ഇടയ്ക്ക് എനിക്കിട്ട് താങ്ങുന്നു. പിന്നെ പ്രണവേട്ട അവളെന്നെ പ്രപ്പോസ് ചെയ്തു എന്ന് പറഞ്ഞത്, അവളങ്ങനെ അവളുടെ ലൈഫിൽ ബോയ്സിനെ ഒന്നും അങ്ങനെ ഒരു സ്ഥാനം ഇല്ല. നമ്മളെപ്പോഴും എല്ലാവരുടെ അടുത്ത് ഒരുപോലെ തന്നെ. പക്ഷെ അവള് പ്രപ്പോസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവൾക്ക് അത്രയ്ക്ക് ഇഷ്ടമായിരിക്കും പ്രണവേട്ടനെ. കാരണം അവളുടെ ഒരു പകുതിയുടെ പകുതി ധൈര്യം പോലും എനിക്കില്ലായിരുന്നു എന്റെ റിലേഷൻഷിപ്പില്. അപ്പൊ അവൾ അത്രയും ആത്മാർത്ഥമായ തോന്നുന്നു പ്രണവേട്ടനെ സ്നേഹിക്കുന്നത്. അവൾ അങ്ങനത്തെ ഒരാളല്ലെന്ന് എനിക്കും അറിയാം. എനിക്ക് അതുകൊണ്ടാണ് ഇവളോട് എങ്ങനെ ഞാൻ റിപ്ലൈ ചെയ്യണോന്ന് അറിയാതിരിക്കുന്നത്. പക്ഷെ നീ പറഞ്ഞ ഐഡിയ കൊള്ളാം. ഡേറ്റ്സിനൊക്കെ പോയിട്ട് അവളായിട്ട് ടൈം സ്പെൻഡ് ചെയ്തിട്ട് തന്നെ ബാക്കി കാര്യങ്ങൾ തീരുമാനിക്കാൻ ഞാൻ. ഓ ഇനി ഇതൊക്കെ മഹി അറിഞ്ഞാൽ ദൈവമേ, എന്റെ അളിയനായി കാണേണ്ടി വരുമല്ലോ ഞാൻ അവനെ. ഒന്നാമതേ അവൻ എന്നെ ഇഷ്ടമല്ല, അതിന്റെ കൂടെ ഇനി ഇതും കൂടെ ആകുമ്പോ. പ്രണവേട്ട, നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും ഹിസ്റ്ററി ഉണ്ടോ? അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ട കീരിയും പാമ്പും പോലെ. എന്താ പ്രശ്നം? ഞങ്ങൾ തമ്മിൽ എന്ത് പ്രശ്നം? ഞങ്ങളുടെ ഇടയിലുള്ള ആകെ പ്രശ്നം നീയാണല്ലോ. നീ കാരണമാണ് അവൻ എന്നോട് ഇത്രയും കലിപ്പ്. അവനും ജലസാടി. എന്ത് ജലസോ? ഒരിക്കലും അല്ല. അതുകൊണ്ടാണ് നിങ്ങളുടെ ഇടയിൽ പ്രശ്നം എന്നുള്ളത് ഞാൻ ഒരിക്കലും വിശ്വസിക്കാൻ പോകുന്നില്ല. ഈ ഇടയ്ക്ക് ഞാൻ പോലും ചോദിച്ചപ്പോ എന്റെ അടുത്ത് ഇങ്ങോട്ട് കടിച്ചു കയറാൻ വന്ന മനുഷ്യനാ. ജലസൊന്നും അല്ല, വേറെ എന്തെങ്കിലും പ്രശ്നം കാണും. എന്റെ പൊട്ടത്തി, നിനക്ക് ഇതുവരെ അത് മനസ്സിലായില്ലേ? എടി ഞാൻ നിന്റെ അടുത്ത് വരുമ്പോഴല്ലേ അവന്റെ മോന്ത മാറുന്നത്. അത് നീ ഇതുവരെ ശ്രദ്ധിച്ചിട്ടില്ലേ? ഞാൻ നിന്റെ അടുത്ത് വന്ന് ചിരിക്കുകയും കളിക്കുകയും ഒക്കെ ചെയ്യുമ്പോഴത്തേക്ക് അവന് നല്ല ദേഷ്യവാ. അന്ന് തന്നെ അമ്പലത്തിലുള്ള ഷോ കണ്ടില്ലേ നീ? അത് ഞാൻ ഉണ്ടായതുകൊണ്ടാ. അത് നിനക്ക് ഇതുവരെ മനസ്സിലായില്ലേ? ഞാൻ വിചാരിച്ചു നിനക്ക് അതൊക്കെ അറിയാമെന്ന്. എടി ഹീസ് ജലസ്, അല്ലെങ്കിൽ ഹീസ് പൊസസീവ് ഓഫ് യു. ശരിക്കും അതുകൊണ്ടാണോ? എനിക്കത് ഇതുവരെ അതൊന്നും മനസ്സിലായില്ലല്ലോ. മഹിയേട്ടൻ ഈസ് റിയലി ജെലസ് ഓഫ് യു? ഓ മൈ ഗോഡ്. ഓഹോ, നിന്റെ ഈ കൂടിക്കാഴ്ചക്ക് വേണ്ടിയാണല്ലേ ഇന്നലെ ഞാൻ വരുന്നുണ്ടോ ഇല്ലയോ എന്ന് നീ അന്വേഷിച്ചത്. അപ്പൊ നൈസായിട്ട് ഇവനെ വന്ന് മീറ്റും ചെയ്യാം. ആരും ഒന്നും അറിയത്തില്ല എന്ന് അവളുടെ വിചാരം. അപ്പൊ ഇതാണ് നിന്റെ കാമുകൻ. നീ എന്നെ ചതിക്കുമായിരുന്നല്ലേടി? ഇത് ഞാൻ വെച്ചേക്കത്തില്ല. നീ കളിച്ചത് മഹേശ്വരന്റെ അടുത്ത. മഹിയേട്ടനോ? മഹിയേട്ടൻ എന്താ ഇപ്പൊ ഇവിടെ? ഓഫീസിൽ പോകണ്ടായിരുന്നു? അയ്യോ, എന്റെ ഭാര്യക്ക് സർപ്രൈസ് ഇഷ്ടപ്പെട്ടില്ലെന്ന് തോന്നുന്നു. കണ്ടപ്പോ ഉടനെ ചോദിച്ചത് ഞാൻ എന്തുകൊണ്ട് ഓഫീസിൽ പോയില്ലെന്ന. അല്ലാതെ എന്നെ കണ്ടപ്പോ ഒരു സന്തോഷം ഇല്ലല്ലോ മുഖത്ത്. എന്താടി? അതുകൊണ്ടൊന്നും അല്ല, ഞാൻ പെട്ടെന്ന് മഹിയേട്ടനെ കണ്ടപ്പോ ഞെട്ടിയത്, അല്ലാതെ വേറൊന്നുമില്ല.
പിന്നെ അല്ലാതെ ഞെട്ടണമല്ലോ. അല്ലെങ്കിൽ പിന്നെ ഏത് ഭർത്താവോ ഭാര്യനെ കാമുകന്റെ ഒരു മോളിൽ പിടിക്കുന്ന സമയത്ത് ഭാര്യ ഞെട്ടാതിരിക്കട്ടെ. മഹേട്ടൻ എന്തോ പറഞ്ഞു വരുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല. കാമുകനോ? ആര്? എന്താടി നീ കാമുകൻ എന്ന് കേട്ടിട്ടില്ലേ? എന്തോ ആളെ കളിയാക്കുന്നു നീ. എക്സ്ക്യൂസ് മീ മഹേശ്വർ, അവൾ അതിന് നിന്നെ എവിടെ കളിയാക്കിയത്? അവള് സീരിയസ് ആയിട്ട് തന്നെ ചോദിച്ചത്. ഡോ, നിന്നോട് ഞാൻ ചോദിച്ചു എന്തെങ്കിലും? വൈ ആർ യു ഇന്റർഫിയറിംഗ് ഇൻ അവർ ബിസിനസ്? ഇതൊരു ഹസ്ബൻഡ് ആൻഡ് വൈഫിന്റെ കോൺവെർസേഷൻ ആണ്. അതിന്റെ ഇടയിൽ ഒരു തേർഡ് പേഴ്സന്റെ ആവശ്യമില്ല. എന്റെ കൈന്റെ അവിടുന്ന് മാറി നിൽക്കണം, അല്ലെങ്കിൽ കിട്ടും നിനക്ക്. മഹിയേട്ട മാന്യമായി സംസാരിക്കുന്നതിന്റെ അടുത്ത് ഞാൻ ചോദിച്ചത് സീരിയസ് ആയിട്ടാ. അതെന്താടി ഭാര്യ, നിനക്ക് പൊള്ളിയോ ഞാൻ അവനെ പറഞ്ഞപ്പോ? എനിക്ക് സൗകര്യമില്ല നിന്റെ ചോദ്യത്തിന് ഉത്തരം തരാൻ. ആരാടി അവൻ നിന്റെ? മഹിയേട്ടൻ എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നേ? ആർ യു ഡൗട്ടിങ് മീ? എടി, എനിക്ക് ഡൗട്ടൊന്നും അല്ല, എനിക്ക് ഉറപ്പായി. അന്ന് ഞാൻ ആ ക്ലബിൽ വെച്ച് നിങ്ങൾ ഒരുമിച്ച് കണ്ടപ്പോഴേ ശ്രദ്ധിക്കേണ്ടിയായിരുന്നു. അതിനുശേഷം അമ്പലത്തിലുള്ള കെട്ടിപ്പടത്തവും കളിയും ചിരിയും അന്നേ സംശയിക്കേണ്ടിയായിരുന്നു. എനിക്ക് പിന്നെ നിന്നെ വിളിച്ചിട്ട് ട്രസ്റ്റ് ഉണ്ടായിരുന്നു. അത് നീ എന്തായാലും കളഞ്ഞു തന്നു. താങ്ക്സ്. നിങ്ങൾ ഇത്രയും ചെറ്റയായിരുന്നു ഞാൻ അറിഞ്ഞില്ല. നിങ്ങളുടെ എക്സ് ലവർ അങ്ങനെ പോയെന്ന് പറഞ്ഞ് ഇവിടെ കാണുന്ന എല്ലാവരും അതുപോലല്ല. പട്ടി വാർക്കട, നിന്നോട് ആരും ഇവിടെ ചോദിച്ചു? നീ എന്തിനാണ് ഞങ്ങളുടെ? വിട്ടേക്ക് മോളെ. എന്റെ പ്രിയങ്ക മോള് പറഞ്ഞ് എനിക്ക് അറിയാം ഇവൻ എത്ര നല്ല മനുഷ്യനാണ് എന്റെ കൺമുന്നിൽ നിൽക്കുന്നത്. അതുകൊണ്ട് നീ ചുമ്മാ ഇതൊന്നും ഇടപെട്ടൊരു നാറ്റക്കേസ് ആകണ്ട, വെറുതെ ഇവന്റെ അടുത്ത് ഇരയാകാനായിട്ട്. ഡി, നീ എങ്ങോട്ടാടി പോകുന്ന അവന്റെ കൂടെ? ഞാൻ എനിക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് അവന്റെ കൂടെ ഇപ്പൊ പോകും. നിങ്ങളല്ലേ പറഞ്ഞത് ഞാൻ നിങ്ങളുടെ പേരിലുള്ള ഒരു ഭാര്യയാവുന്ന? അതുകൊണ്ട് ആ ഒരു അധികാരം ഇപ്പോൾ എടുത്താൽ മതി. ഇപ്പൊ എന്റെ അടുത്ത് ഒന്ന് സംസാരിക്കണ്ട മഹിയേട്ടൻ. ചെല്ല്. കൃതിക, ഹൗ ഡെയർ യു! ഇതിനുള്ളത് ഞാൻ നിനക്ക് തരൂടി. എടാ കൃതി, ഞാനിപ്പോ പ്രണവേട്ടൻ പറഞ്ഞെല്ലാം അറിഞ്ഞു. യു ഓക്കേ? ചേച്ചിക്ക് എന്താ തോന്നുന്നേ? എന്നെ കണ്ടിട്ട് ഞാൻ ഓക്കെ ആയിട്ടിരിക്കുന്നുണ്ടോ? അയ്യോ, അങ്ങനെ ഉദ്ദേശിച്ചല്ല മോളെ. എന്താ മഹിയേട്ടൻ ഇങ്ങനെയൊക്കെ വിചാരിച്ചെന്ന് ചോദിച്ചാൽ എനിക്കൊരു അറിയില്ല. നീയും പ്രണവേട്ടൻ തമ്മിൽ എന്തുകൊണ്ട് അങ്ങനെ വിചാരിച്ചേ? എനിക്ക് ഒരെത്തും പിടുത്തവും കിട്ടണല്ല ഇവിടെ ഇപ്പൊ എന്താ സീനെന്ന്. എനിക്ക് അങ്ങനെ മനസ്സിലാകുന്നില്ല ചേച്ചി. ഞാൻ കണ്ടിട്ടുണ്ട് അങ്ങയുടെ കണ്ണിൽ എന്നോടുള്ള ഇമോഷൻസ്. പക്ഷെ ആ ഇമോഷൻസ് അല്ല പുറത്ത് കാണിക്കുന്നത്. എപ്പോഴും ന്യൂട്രൽ ആൻഡ് കോൾഡ് ആയിട്ട് ബിഹേവ് ചെയ്യത്തുള്ളൂ. ഇന്ന് പക്ഷെ ഈ ലിറ്ററലി ക്രോസ്ഡ് ഹിസ് ബൗണ്ടറീസ്. ഞാൻ ഇത്രയും നാൾ ഒന്നും പറഞ്ഞില്ല, പക്ഷെ ഇന്ന് അങ്ങേരെ കണ്ടത് അങ്ങേരുടെ എക്സ് ഗേൾ ഫ്രണ്ട് ആയിട്ട് തന്നെ. ഒരു പ്രണവേട്ടനെ അത്ര ആൾക്കാരുടെ മുന്നിൽ വെച്ച് അയാൾ തഴം താഴ്ത്തി നിർത്തി. ഞാൻ ഇതിനെ സമ്മതിക്കത്തില്ല. ഇതിനെ ഒരിക്കലും അങ്ങേരോട് ക്ഷമിക്കത്തില്ല. എനിക്ക് തോന്നുന്നു മഹിയേട്ടന് എന്തോ മിസ്അണ്ടർസ്റ്റാൻഡിങ് സംഭവിച്ചിവിടെ. നിങ്ങളൊന്ന് സംസാരിച്ച് ഞാനിതും വരത്തില്ല. എടി, നിന്നോട് ഞാൻ അങ്ങോട്ട് പറയുന്നത് കേട്ടാൽ മതി. തിരിച്ചൊരു മറുപടി ഞാൻ ചോദിക്കുന്നില്ല. കേറി വാടി അകത്തോട്ട്, എന്നെ വെറുതെ ദേഷ്യം പഠിപ്പിക്കാതെ. ഇല്ല എന്ന് ഞാനും തിരിച്ചു മറുപടി പറഞ്ഞില്ലേ? എനിക്കും ഈ ഒരൊറ്റ ആൻസറേ ഉള്ളൂ. വീടിന്റെ മഹിയേട്ട കൈ വിടാം. നിന്റെ അഹങ്കാരം നല്ലോണം കൂടി വരുന്നുണ്ട്. പറഞ്ഞാൽ നിനക്കിപ്പോ കേൾക്കാൻ ഒരു ബുദ്ധിമുട്ടാണ് അല്ലേടി? നിണ്ടല്ലേ നീ വാടി എന്റെ കൂടെ അടങ്ങിയിരിക്ക. എന്താണ് തനിക്ക് വേണ്ടത്? തനിക്ക് വേണ്ട ഡിവോഴ്സിന് ഞാനത് തന്നോളാം, മതിയോ? എന്തേ, ഞാൻ പറഞ്ഞത് കേട്ടില്ലേ? ഞാൻ ഡിവോഴ്സ് തരാമെന്ന്. എന്തായാലും ഈ 6 മാസം കൊണ്ട് ഈ റിലേഷൻഷിപ്പിൽ യാതൊരു പ്രോഗ്രസും ഞാൻ കാണുന്നില്ല. ഇതിലും വേറെ നമ്മൾ അങ്ങോട്ടേക്കും ഡിവോഴ്സ് ചെയ്യുന്നതാ. രണ്ടുപേരും രണ്ടുപേരുടെ വഴിക്ക് അങ്ങ് പോവുക, അതാണ് നല്ലത്. ഓഹോ, നല്ല പ്ലാനും. എന്നിട്ട് നിനക്ക് അവന്റെ കൂടെ സുഖമായിട്ട് ജീവിക്കാനല്ലേ? നിന്റെ ആ മോഹം നടക്കത്തില്ല.
എന്തിനാ എന്റെ അടുത്തോട്ട് നടന്നു വരുന്നേ? അടങ്ങിയിരിക്കടി, കുറെ നേരമായി. നിന്റെ ഒരു പ്ലാനും നടക്കത്തില്ല ബേബി ഗേൾ. എന്തായാലും നീ ഈ കാണിച്ചതിനൊക്കെ ഒരു കുഞ്ഞു പണിഷ്മെന്റ് ഏട്ടൻ തരണ്ടേ? പണിഷ്മെന്റോ? എന്തിനാ? അതൊക്കെ വേണം, അല്ലെങ്കിലേ ഇതുപോലെ നീ വീണ്ടും മുളയ്ക്കും. അതുകൊണ്ട് അതിനി പാടില്ല. വാ, എന്റെ അടുത്തോട്ട് വാ. ഞാൻ എന്തിനാണോ തന്റെ മടിയിലോട്ട് വരണ്ടേ അതിന്? നീ വരണ്ടടി, ഞാൻ നിന്നെ ഇങ്ങോട്ടേക്കും വരത്താം. ഇതെന്റെ ബേബി ഗേളിനുള്ള പണിഷ്മെന്റാ. എന്തേ, മനസ്സിലായില്ലേ? 5 തരാണ് എന്റെ പ്ലാൻ. അതുകൊണ്ട് 5 വരെ നീ കൗണ്ട് ചെയ്തേക്ക്. അതിൽ കൂടുതൽ ഞാൻ തരുന്നില്ല. ഫസ്റ്റ് പണിഷ്മെന്റ് അല്ലേ, എനിക്ക് ഇത്രയും പോലും താങ്ങാൻ പറ്റുമോന്ന് എനിക്ക് അറിയില്ലല്ലോ. എന്തോ കാണിക്കുന്നേ? ഇത് ഇംഗ്ലീഷ് സിനിമയൊന്നും അല്ല. എനിക്ക് പേടിയാകുന്നു. എന്നെ വിട്. അയ്യേ, ഇപ്പോഴേ പേടിച്ച് കരഞ്ഞോ? ഷേ, മൂട് പോയി. ഇത്ര പേടിത്തൊണ്ടിയായ സ്ഥിതിക്ക് ഒരൊറ്റ അടിയിൽ ഞാൻ ഒതുക്കാം. ഓക്കെ? Wow, my good girl. Mahiyata, you're very bad boy. You're very bad. എനിക്ക് നിന്നെ ഇഷ്ടമല്ല. You're very bad. എന്റെ വൈഫ് ബാഡ് ഗേൾ ആയതുകൊണ്ടല്ലേ എനിക്ക് ബാഡ് ബോയ് ആകേണ്ടി വന്നത്? എനിക്ക് നൊന്തോ? നീ വാ, ഞാനൊരു റിവാർഡ് തരാം. എനിക്കൊന്നും വേണ്ട നിങ്ങളുടെ റിവാർഡ്. എന്റെ അടുത്തൊന്നും പോ. എനിക്ക് നിങ്ങളോട് മിണ്ടണ്ട. അങ്ങനെ പറഞ്ഞാൽ നടക്കത്തില്ല ഭാര്യയെ. ശരിയാ, ചിലപ്പോ നിനക്ക് ഇഷ്ടപ്പെട്ട് കാണാൻ ഞാൻ എന്തോ ചെയ്തേന്നുള്ളത്. പക്ഷെ അത് എനിക്ക് സാറ്റിസ്ഫാക്ഷൻ നൽകുന്നതാണ്. അതുകൊണ്ട് നീ ഇപ്പൊ സഹിച്ചേ പറ്റൂ. ഞാൻ ഒന്നാമത് ഇത്തിരി പോസസീവ് ആയിട്ടുള്ള പേഴ്സൺ ആണ്. എന്റേതായ എല്ലാം എന്റേത് മാത്രമാണ്. അതുകൊണ്ട് തന്നെ എനിക്കിഷ്ടമല്ല ഈ പ്രണവിനോട് സംസാരിക്കുന്നത്. അവൻ നിന്റെ ആരാണെങ്കിലും എനിക്കിഷ്ടമല്ല. നിന്റെ കഴുത്തിൽ എന്റെ താലി ഉള്ളിടത്തോളം കാലം ഒരൊറ്റ പുരുഷൻ പോലും നിന്റെ അടുത്തോട്ട് വരുന്നത് എനിക്കിഷ്ടമല്ല. അത് മഹേശ്വരന്റെ വാക്കാണ്. മഹേട്ടൻ എന്തിനാ എന്റെ അടുത്ത് പോസസീവ്നെസ് കാണിക്കുന്നത്? മഹേട്ടന് ഓൾറെഡി എക്സ് ഗേൾ ഫ്രണ്ട് ഉണ്ടല്ലോ. അതിനെ ഓർത്തല്ലേ ജീവിക്കുന്നത്. പിന്നെ ഞാനിതൊരാൾ മഹേട്ടൻ ലൈഫിൽ പോലും ഉള്ളതായിട്ട് മഹേട്ടൻ കാണുന്നില്ലെങ്കിൽ പിന്നെ എന്തിനാണ് എനിക്ക് മേൽ ഇത്ര പോസസീവ്നെസ് കാണിക്കുന്നത് മഹിയേട്ട? ശരിയാ, നീ പറഞ്ഞത് ശരിയാ. അതിനുള്ള ആൻസർ എനിക്കുമില്ല. Even I don't fucking know why I'm possessive towards you. നീ എന്റെ വൈഫ് ആയതുകൊണ്ടായിരിക്കും. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ, വാട്ട് എവർ ദ റീസൺ ഇസ്, എനിക്ക് നീ ആളെടുത്തും മിണ്ടുന്ന ഇഷ്ടമല്ല. അത് എന്റെ ഫ്രണ്ട്സ് ആണെങ്കിലും നിന്റെ പ്രണവേട്ടനാണെങ്കിലും. ഇത് ഞാൻ മുന്നേ നിന്നോട് പറഞ്ഞ വാർണിംഗ് ആണ്. ഇനി ചിലപ്പോ ഈ പറഞ്ഞ പണിഷ്മെന്റ് അല്ലായിരിക്കും, അതിൽ കൂടുതൽ പോകും ഓരോന്ന് നീ കാണിച്ചുകൊണ്ട് വന്ന. മഹിയേട്ട, that is not fair. മഹിയേട്ടന് കുറെ പേരെ കാണാൻ പറ്റും ലൈഫില്. ഞാൻ മഹിയേട്ടനെ കെട്ടിയെന്ന് പറഞ്ഞ് എനിക്ക് റൂമിന്റെ അകത്ത് ഇരിക്കാൻ പറ്റത്തില്ല. എനിക്ക് എന്റെ ഫ്രണ്ട്സും എന്റെ ഫാമിലിയും സെയിം ഇമ്പോർട്ടൻസ് ഉള്ളത് തന്നെയാണ്. എന്റെ ലൈഫിൽ വേറൊരാളും ഇല്ല. അത് എന്നേക്കാൾ നന്നായിട്ട് വേറെ ആർക്കും അറിയത്തില്ല. ഈ പറയുന്ന പ്രണവേട്ടൻ പോലെ എന്നെ ഇന്ന് കാണാൻ വന്ന വേറൊരു കാര്യത്തില്ല. നിങ്ങളത് ഏത് രീതിക്ക് എടുത്തുള്ള കാര്യം എനിക്കത് അറിയത്തില്ല. അതുപോലെ എന്റെ ഫാമിലിയെ ബന്ധപ്പെട്ട കാര്യമായിരുന്നു. അതല്ലാതെ മഹിയേട്ടൻ വിചാരിക്കുന്ന പോലെ വേറെ ഒരു ബന്ധവും ഞങ്ങൾ തമ്മിലില്ല. അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ ഈ കല്യാണത്തോട് ഞാൻ സമ്മതിക്കത്തില്ലായിരുന്നു. ഞങ്ങൾക്ക് ഒരുമിച്ച് ഹാപ്പിയായി ജീവിച്ചാൽ പോരായിരുന്നോ? എന്തിനാ ഞാൻ ഈ കല്യാണം കഴിക്കേ? അതെന്താ മഹിയേട്ടൻ ചിന്തിക്കാത്തത്? മഹിയേട്ട, ഐ എം സോറി. ഞാൻ മഹിയേട്ടൻ പറഞ്ഞ എല്ലാം ഞാൻ കേൾക്കും. പക്ഷെ ഇതെനിക്ക് പറ്റത്തില്ല. മഹിയേട്ടൻ എപ്പോഴെങ്കിലും തോന്നുന്നുണ്ടോ ഞാൻ തെറ്റുകാരിയാവുന്ന ഇവിടെ? ശരിയാണ്, ഞാൻ മഹിയേട്ടനെ ചീറ്റ് ചെയ്തു, അല്ലെങ്കിൽ മഹിയേട്ടൻ എന്നെ കാണാൻ പാടില്ലാത്ത രീതിക്ക് വല്ലതും കണ്ടെങ്കിൽ ഞാൻ സമ്മതിച്ചു. അങ്ങനെയാണെങ്കിൽ മഹിയേട്ടൻ എനിക്ക് എന്ത് പണിഷ്മെന്റ് തന്നു ഞാനത് നേരിടാൻ റെഡിയാണ്. അതല്ലാതെ മഹിയേട്ടൻ വെറുതെ കാണാത്ത കേൾക്കാത്ത കാര്യത്തിന് എന്നോട് വന്ന് പറഞ്ഞാൽ മഹിയേട്ടൻ ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്ന കാര്യമല്ല. മഹിയേട്ടൻ ബാക്കി കാണുന്ന പെമ്പിളാരെ പോലൊരാളല്ല ഞാൻ. എനിക്ക് എന്റേതായ സ്റ്റാൻഡ് ഉണ്ട്, അതിൽ ഞാൻ നിൽക്കും. ഓക്കെ കൃതി, ഐ എം സോറി. എനിക്കറിയാം നീ പറയുന്നതിലൊക്കെ പോയിന്റ് ഉണ്ടെന്ന്. പക്ഷെ ഇറ്റ് വിൽ ബി മൈ ട്രസ്റ്റ് ഇഷ്യൂസ് ദാറ്റ് എനിക്കൊന്നും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തത്. ഞാൻ സമ്മതിച്ചു കൃതിയിലേക്ക്. നിനക്ക് നിന്റെ സെൽഫ് റെസ്പെക്റ്റും നിന്റെ ബൗണ്ടറീസും ഒക്കെ ഉണ്ടെന്നുള്ള കാര്യം എനിക്കത് അറിയാം.
ഞാൻ നിന്നെ അവരുടെ മുന്നിൽ തഴുതാത്താൻ വേണ്ടിയൊന്നും അല്ല ഇങ്ങനെയൊക്കെ പറഞ്ഞ്. ഇറ്റ്സ് ജസ്റ്റ് മൈ ഇൻസെക്യൂരിറ്റീസ് ഓപ്പൺ ആവുന്നതാണ്. എന്റെ ഉള്ളിന്റെ ഉള്ളിൽ എനിക്കറിയാം നീയും പ്രണവും തമ്മിലൊന്നും ഇല്ലാന്ന്. എനിക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. ബിക്കോസ് എന്റെ ഹിസ്റ്ററി അങ്ങനെ അല്ലാത്തതുകൊണ്ട് എത്രയൊക്കെ ഞാൻ വേണമെന്ന് ശ്രമിച്ചാലും എനിക്ക് എങ്ങനെയൊക്കെയാണ് നിങ്ങൾ ആ കണ്ണിലാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ നിന്റെ അടുത്ത് ഇത്രയും ദേഷ്യപ്പെടാനും നിന്റെ അടുത്ത് ഇങ്ങനെ ബിഹേവ് ചെയ്തത്. എടി എനിക്ക് നിന്നെ ഭയങ്കര കാര്യമാണ്, അതെനിക്ക് പറഞ്ഞാൽ അറിയത്തില്ല. ഐ വോണ്ട് ദിസ് റിലേഷൻ ടു മൂവ് ഫോർവേഡ്. എനിക്കൊരു ചാൻസ് തരണം എന്നുണ്ട് നമുക്ക്. പക്ഷെ ട്രസ്റ്റ് എന്നൊരു സാധനം എന്നിൽ ബിൽഡായി വരാൻ പതിയെ ടൈം എടുക്കും. കൃതി, ഞാൻ സീരിയസ് ആയിട്ടാ പറഞ്ഞത്. എനിക്ക് ഒരു ചാൻസും കൂടെ നമ്മുടെ റിലേഷൻഷിപ്പിന് കൊടുക്കണം എന്നുള്ളത്. ഐ ഡോണ്ട് നോ ഹൗ യു ഫീൽ അബൌട്ട് മീ. പക്ഷെ എനിക്ക് നീ എന്നൊരു പേഴ്സൺ ഇമ്പോർട്ടന്റ് ആണ് എന്റെ ലൈഫിൽ. ഐ ഡോണ്ട് നോ ഹൗ ഇറ്റ് വിൽ ബി വിതൗട്ട് യു ഇൻ മൈ ലൈഫ്. അതെനിക്ക് അറിയത്തില്ല, ഞാൻ ചിന്തിച്ചിട്ടില്ല ഇതുവരെ. ഐ എം ട്രൈങ് ടു ഗിവ് എ ചാൻസ് ടു അവർ റിലേഷൻഷിപ്പ്. ഇഫ് യു ആർ ഓക്കെ, നമുക്ക് കുഞ്ഞ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് സ്റ്റാർട്ട് ചെയ്താലും. ഓ മൈ ഗോഡ്, മഹിയേട്ടൻ ഇങ്ങനെ എന്തെങ്കിലും ഇത്ര പെട്ടെന്ന് പറയുമെന്ന് ഞാൻ ഒരിക്കലും ഞാൻ വിചാരിക്കാത്ത കാര്യമാണ്. ഐ എം ഹാപ്പി മഹിയേട്ട. വി ക്യാൻ ട്രൈ എ ന്യൂ ജേർണി, പക്ഷേ നോട്ട് നൗ. ബിക്കോസ് ഇപ്പം നേരം മുന്നേ നടന്ന കാര്യങ്ങളെല്ലാം കാരണം എനിക്ക് ഇച്ചിരി സമയം വേണം. ഐ എം സോറി. ജസ്റ്റ് 1 or 2 week എനിക്ക് എന്റെ സൈഡിൽ ഇച്ചിരി കാര്യങ്ങൾ ശരിയാക്കാനുണ്ട്. എനിക്ക് പ്രണവേറ്റിനെ കണ്ട് വേറെ ചില കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. എനിക്ക് വേറെ ഒരു കമ്മിറ്റ്മെന്റ്സോ കാര്യങ്ങളോ ഒന്നുമില്ല. വി ആർ മൈ പ്രയോറിറ്റി. ബട്ട് ഞാൻ പറഞ്ഞ പോലെ ഐ ജസ്റ്റ് നീഡ് സം ടൈം ആൻഡ് ദെൻ വി ക്യാൻ, ഇഫ് ദാറ്റ്സ് ഓക്കെ. നിനക്ക് 6 മാസം പോരായിരുന്നു, ഇനിയും 2 ആഴ്ചയോ? ഓഹ് ശരി, സമയമെടുത്തോ, ഞാനൊന്നും പറയുന്നില്ല. നമുക്ക് സ്ലോ സ്പേസിൽ സ്റ്റാർട്ട് ചെയ്യാം ഓരോന്നും. സോ ലെറ്റ്സ് സ്റ്റാർട്ട് ഫ്രം ബീയിങ് ഫ്രണ്ട്സ്. അവിടെ നമുക്ക് എങ്ങനെയാ നമുക്ക് നോക്കാം നമ്മുടെ ലൈഫ് മുന്നോട്ട് പോകുന്നത്. ഉടനെ ചാടിക്കറി ഐ കാൻറ്റ് സേ ദാറ്റ് വി ആർ ലവേഴ്സ്. വി നീഡ് ടൈം. സോ ദാറ്റ്സ് ഫൈൻ. 2 ആഴ്ചത്തെ കാര്യമല്ലേ ഫ്രണ്ട്, നമുക്ക് ഫ്രണ്ട്സിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാൻ മതിയേട്ടാ. പക്ഷെ ഐ ഓൾറെഡി ലവ് യു. ആൻഡ് വാട്ട് ഇഫ് യു വോണ്ട് ലവ് മീ? അപ്പൊ ഞാൻ എന്ത് ചെയ്യും? എന്താ പറഞ്ഞ്? ലവോ? നീ എന്നോട് ചോദിച്ചതാണോ ലവിനെ പറ്റി? അങ്ങനെ എന്തെങ്കിലും ആണെങ്കിൽ സോറി കൃതി, ഐ ഡോണ്ട് നോ. ബിക്കോസ് എനിക്ക് ഓൾറെഡി ഒരു ലവർ ഉണ്ടായിരുന്നു, അതൊരു ട്രോമയായി മാറി. അതുകൊണ്ട് എനിക്ക് ഇനി ഒന്നും കൂടെ എന്റെ ലൈഫിൽ ലവ് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചാൽ ഐ ഡോണ്ട് തിങ്ക് സോ. എനിക്ക് നിന്നെ എന്റെ ഒരു ബ്യൂട്ടിഫുൾ വൈഫായിട്ടോ അല്ലെങ്കിൽ എന്റെ ഒരു റെസ്പോൺസിബിലിറ്റി ആയിട്ടോ അല്ലെങ്കിൽ ഒരു ഗുഡ് ബെസ്റ്റ് ഫ്രണ്ട് ആയിട്ടൊക്കെ എനിക്ക് നിന്നെ കാണാൻ പറ്റും. ബട്ട് നോട്ട് ആസ് മൈ റൊമാൻറ്റിക് പാർട്ട്ണർ ഓർ ആസ് എ ലവർ. ആ ഒരു ചാൻസ് നിനക്ക് കിട്ടുമോ എനിക്ക് തോന്നുന്നില്ല. ഐ എം വെരി സോറി ഫോർ ദാറ്റ്. അത് എന്റെ തന്നെ മിസ്റ്റേക്ക് ആണ്. കൃതി, നിനക്ക് കുറെ ചാൻസസ് ഉണ്ടായിരുന്നു ഈ കല്യാണത്തിന് മാറാൻ തന്നെ. പക്ഷെ യു ചോസ് മീ ആൻഡ് യു ആർ ഡിസ്ട്രോയിങ് യുവർ ലൈഫ്. പക്ഷെ യു ആർ എ വെരി ഇമ്പോർട്ടന്റ് ക്യാരക്ടർ ഇൻ മൈ ലൈഫ്. ഐ ഡോണ്ട് വോണ്ട് ടു ലൂസ് യു. ലൈക്ക് നീ ഉള്ളത് ഐ എം ഹാപ്പി. എന്തിനാണ് അടിയുണ്ടാക്കാനാകട്ടെ, പിണങ്ങാനാകട്ടെ, സ്നേഹിക്കാനാകട്ടെ, യു ആർ ദേർ. അപ്പൊ അതൊരു ഫണ്ണായിട്ടാണ് എന്റെ ലൈഫ് ഇപ്പൊ കാണുന്നത്. ആ ഫണ്ണ് പോകണമെന്ന് എനിക്ക് യാതൊരു ആഗ്രഹവും ഇല്ല. നിന്റെ ഇഷ്ടമാണ്. നിനക്ക് വേറെ എന്തെങ്കിലും ഡിസിഷൻ ഉണ്ടെങ്കിൽ, ഈവൻ ഇഫ് യു ലവ് മീ എനി ടൈം, ഐ ഡോണ്ട് തിങ്ക് സോ യു വിൽ. പക്ഷേ അറ്റ് എ ടൈം എപ്പോഴെങ്കിലും നിനക്ക് എന്നോട് അതൊരു ഫീലിംഗ് ഉണ്ടെങ്കിൽ ജസ്റ്റ് ലെറ്റ് മീ നോ. ബിക്കോസ് ഞാൻ പറഞ്ഞ പോലെ ഐ ഗെസ് ഐ ഹാവ് ലവ്ഡ് ബിഫോർ, but I don't know whether it was love or not. You know, I don't know my feelings. I'm very complicated. I'm very sorry that you have to deal with such a person. I'm sorry. അയ്യോ മഹിയേട്ടാ, ഇറ്റ്സ് ഓക്കെ. ഇത്ര സോറി ഒന്നും പറയണ്ട. ഞാൻ ലവിനെ പറ്റിയൊന്നും അല്ല ചോദിച്ചത്. പക്ഷേ താങ്ക് യു സോ മച്ച് ഫോർ ലെറ്റിംഗ് മീ നോ ലൈക്ക് ഇങ്ങനെയൊക്കെ കാര്യങ്ങളൊന്ന്. നമുക്ക് ഗുഡ് ഫ്രണ്ട്സ് ആയിട്ട് തന്നെ പോകാം മഹിയേട്ട. ആൻഡ് എനിക്ക് മഹിയേട്ടന്റെ പെർസ്പെക്റ്റീവ് അറിഞ്ഞത് കൊണ്ട് ഐ എം ഹാപ്പി. അറ്റ്ലീസ്റ്റ് യു സീ മീ ആസ് ഇമ്പോർട്ടന്റ് ക്യാരക്ടർ ഇൻ യുവർ ലൈഫ്. അത് മതി എനിക്ക്, വേറെ ഒന്നും വേണ്ട. നമുക്ക് ടൈം എടുത്ത് മുന്നോട്ട് തീരുമാനിക്കാം. നോ പ്രോബ്സ്. നീ എന്നെ പറഞ്ഞില്ല ഇന്നലെ ഭയങ്കര ബഹളമായിരുന്നു അവിടെ. നമുക്ക് റൂമൊന്ന് തുറന്നു നോക്കിയാലോ? എന്താ സിറ്റുവേഷൻ അറിയാൻ വേണ്ടി. ബഹളമൊക്കെ ആയിരുന്നു, പിന്നീടൊന്ന് സൈലന്റ് ആയി. എന്താ കാരണമെന്ന് എനിക്കറിയില്ല. നമുക്ക് വേണേ നോക്കാം, കുഴപ്പമൊന്നും ഉണ്ടാവില്ലല്ലോ.
എടി ഇവര് ഉറങ്ങുക, ഇവരെ വിളിക്കണം. വേണ്ട വേണ്ട, കിടക്കട്ടെ. ഇന്നലെ ഒരു വലിയ ഭൂകമ്പം ഉണ്ടാക്കിയിട്ട് രണ്ടും കൂടെ കെട്ടിപ്പിടിച്ച് കൂടെ ഉറങ്ങുന്നുണ്ടില്ലേ. സത്യമല്ലേ, മഹി മാറി തുടങ്ങിയിട്ടുണ്ട്. എനിക്കും തോന്നുന്നുണ്ട് ഇപ്പൊ അത്. ഞാനും ഓമനാമയും കൂടി ഇതിനെപ്പറ്റി ഡിസ്കസ് ചെയ്തതേ ഉള്ളൂ 2-3 ദിവസം മുന്നേ. അയ്യോ മഹിയൊക്കെ ഇതൊരു എഴുന്നേറ്റില്ലേ? സമയം കുറെ ആയല്ലോ. ഈ നെഞ്ചത്ത് കിടന്ന് ഉറങ്ങാൻ എന്ത് സുഖമാ. മഹിയേട്ട, ഐ ലവ് യു സോ മച്ച്. ഇറ്റ് ആക്ച്വലി ഹേർട്സ് ടു സീ യു ആൻഡ് മീ ഫൈറ്റിംഗ് ലൈക്ക് ദിസ്. ഐ ആം ഹാപ്പി ഇന്നലെ നമ്മൾ അങ്ങനെയൊക്കെ സംസാരിച്ചതുകൊണ്ട്. ഒരു നിമിഷം ഞാൻ ഒന്ന് പേടിച്ചു, ഞാൻ ഡിവോഴ്സ് ചെയ്യാന്ന് പറഞ്ഞപ്പോ യെസ് വല്ലതും പറയുമെന്ന്. നമ്മൾ എത്ര നാൾ ഇങ്ങനെ വഴക്കിട്ട് ജീവിക്കാനാ? ഞാൻ അതിനെ പറ്റിയൊക്കെ ചിന്തിച്ചായിരുന്നു. പക്ഷെ ഐ ആം ഹാപ്പി. നമുക്കിനിയെങ്കിലും ഓരോന്ന് മനസ്സിലാക്കി പോവാം. എനിക്ക് മനസ്സിലായി യു സ്റ്റിൽ ലൈക്ക് ഹർ എന്ന്. പക്ഷെ അവള് പാസ്റ്റ് അല്ലേ, ഞാനല്ലേ പ്രസന്റ്. ഐ ഹാവ് ലവ്ഡ് യു സോ മച്ച്. ലൈക്ക് കുറെ വർഷം ക്രഷായിട്ടായിരുന്നു, പക്ഷെ അവള് സ്നേഹിച്ചതിനെക്കാട്ടി കൂടുതൽ ഞാൻ സ്നേഹിക്കുന്നുണ്ടോ എന്ന കാര്യം എനിക്കറിയാം. എന്തായാലും കുഴപ്പമില്ല, ടൈം ഉണ്ടല്ലോ. ഞാൻ എന്റെ ക്യൂട്ട് ടൈഗറിനെ മാറ്റിയെടുത്തോളാം. What the fuck did she mean by she loves me? I know for years. Crushing love, ഞാനും. Okay, am I missing something? ഇതുകൊണ്ടാണോ അവൾ എന്നെ കല്യാണം കഴിക്കാൻ റെഡി ആയത്? Oh fuck this, ഞാൻ അങ്ങനെ ചിന്തിക്കാഞ്ഞേ. Okay, I need to take this slow. She loves me? Oh, dark. പ്രണവേട്ട, ഐ നോ ഐ ടോൾഡ് യു സഡൻലി അബൌട്ട് മൈ ലവ്. പ്ലീസ് അതിന്റെ പേര് പ്രഷർ ഒന്നും എടുക്കില്ലേ. ഐ ജസ്റ്റ് വാണ്ടഡ് ടു ലെറ്റ് യു നോ അബൌട്ട് മൈ ഫീലിങ്സ്. എനിക്ക് പ്രണവേട്ടനെ ഭയങ്കര ഇഷ്ടമാണ്. അത് ഇന്നലെ തുടങ്ങിയതൊന്നും അല്ല, കുറെ നാളായിട്ടുണ്ട്. പക്ഷെ പ്രണവേട്ടനെ ചേച്ചി ഇഷ്ടമായതുകൊണ്ട് മാത്രമാണ് ഞാൻ നിങ്ങളുടെ ഇടയിൽ വരാഞ്ഞത്. ഇപ്പൊ പിന്നെ എന്തോ പറയണമെന്ന് തോന്നി. Hey, thank you so much for letting me know about that. എനിക്ക് യാതൊരു പ്രശ്നമില്ലടാ അതില്. ഐ ആം ഹാപ്പി ദാറ്റ് നിനക്ക് ആ ധൈര്യം ഉണ്ടായത് എന്റെ അടുത്ത് ഒന്ന് കാര്യം പറയാനുള്ളത്. ആൻഡ് ഡോണ്ട് വറി, നമുക്ക് നോക്കാം ഇതെങ്ങനെ മുന്നോട്ട് പോകുന്നത്. പക്ഷെ ഇപ്പൊ നീ ഇങ്ങനെ പറഞ്ഞ സ്ഥിതിക്ക് എനിക്ക് ഉടനെ ആ ഒരു ഫീലിംഗ് വരില്ല എന്നുള്ളത്. പക്ഷെ നമുക്ക് പതുക്കെ നോക്കി എങ്ങനെയാവുന്നത്. സോ ഐ ഗസ് നമുക്കൊരു ഡേറ്റിന് പോയി തുടങ്ങിയാലോ? ദിസ് കമ്മിങ് സൺഡേ നമുക്ക് ഡേറ്റിന് പോകാം, ഇഫ് യു ആർ ഓക്കെ വിത്ത് ദാറ്റ്. പ്രണവേട്ട സത്യമാണ് ഈ പറയുന്നത്? ശരിക്കും? ആടിക്കുരുപ്പേ, സത്യമായിട്ട് തന്നെ പറഞ്ഞത്. നമുക്കൊരു ചാൻസ് കൊടുത്ത് നോക്കാം. ഇത് വർക്കൗട്ട് ആവുകയാണെങ്കിൽ നമുക്ക് അങ്ങ് സെറ്റ് ആകാടി. ഓ പിന്നെ എന്താ. പതുക്കെ ഈ വായാടി. എന്റെ ഭാര്യ ഇന്ന് എന്നോട് ഐ ലവ് യു പറഞ്ഞു ഉറക്കത്തിൽ. എനിക്കത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. വൈ ഹാവ് ഐ നെവർ സീൻ ദാറ്റ് ലവ് ഇൻ ഹെർ ഐസ്? അവൾക്ക് എന്നോട് വർഷങ്ങളായിട്ട് ഇഷ്ടമാണെന്ന്. മേ ബി അതായിരിക്കും അവള് അന്ന് കിസ് ചെയ്തപ്പോ പറഞ്ഞത് അവൾ റിഗ്രറ്റ് ചെയ്യുന്നില്ലാന്ന്. ആൻഡ് ഞാൻ ഇതുവരെ അവളെ മനസ്സിലാക്കിയില്ല. ഐ ആം എ ബിഗ് ലൂസർ. എനിക്ക് ലവ് ഒന്നും ഒരു സാധനം വിധിച്ചിട്ടില്ലെന്ന് തോന്നുന്നു. ബട്ട് ഐ എം വെരി ഹാപ്പി ദാറ്റ് ഷി കൺഫസ്ഡ്. എനിക്കിത് തിരിച്ചു പറയേണ്ടതെന്ന് അറിയില്ല. പക്ഷെ അവളത് പറഞ്ഞു കഴിഞ്ഞപ്പോ എനിക്കൊരു സമാധാനം. സ്നേഹ, ഇനി നീ ഒരിക്കലും ഇങ്ങോട്ട് തിരിച്ചു വരത്തില്ല. നീയാണ് ലൈഫ് കുറ്റിച്ചോറാക്കിയത്. നീ കാരണം എനിക്ക് എന്റെ വൈഫിനെ ഒന്നും മര്യാദയ്ക്ക് സ്നേഹിക്കാൻ പോലും പറ്റുന്നില്ല. ബട്ട് ഐ നീഡ് ടു ഗിവ് ഹർ ചാൻസ്. എനിക്ക് ഈ റിലേഷൻ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് നല്ല ആഗ്രഹമുണ്ട്. ഇഫ് ഷീ ലവ്സ് മീ, ഞാൻ അതിൽ ഇനി എങ്ങനെ ബാക്കി കാര്യം മുന്നോട്ട് പോകാൻ നോക്കണം. അവൾ എന്തായാലും എന്നോട് ഒരിക്കലും ഇത് പറയില്ല എന്നുള്ള കാര്യം എനിക്ക് ഉറപ്പാ. പക്ഷെ അവളെ കൊണ്ട് തന്നെ ഞാൻ ഇത് പറയിപ്പിക്കും. അത് മഹിന്റെ ഒരു വാശിയാണ്. മഹി എന്തായാലും അങ്ങോട്ട് ഐലവി പറഞ്ഞു പോകത്തില്ല. അവൾ എന്റെ അടുത്ത് തന്നെ വരണം. ആൻഡ് ഇനി ഞാൻ തിരിച്ചിങ്ങോട്ടില്ല. ഗുഡ് ബൈ ഫോർ എവർ.
അമ്മ ഞാൻ അകത്തോട്ട് വരട്ടെ? അയ്യോ, ഇതാരാ? എന്റെ മഹേശ്വരനോ? എന്ത് പറ്റി മോനെ ഇങ്ങോട്ട് വന്നേ? ഒന്നുമില്ല, ചുമ്മാ കാണാൻ തോന്നിയോണ്ട് വന്നതാ. അതല്ല, എന്തോ മനസ്സിലുണ്ട്. അത് ചോദിക്കാനോ ഡിസ്കസ് ചെയ്യാനോ വേണ്ടിയാണ് മോൻ അമ്മേന്റെ അടുത്ത് വന്നതെന്ന് എനിക്ക് മനസ്സിലായി. കാര്യം പറ. അമ്മ ഞാനത് പിന്നെ കൃതിക അവള് എന്റെ കൃതികൾക്ക് എന്ത് പറ്റി? അങ്ങനെ നമ്മുടെ മഹേശ്വരൻ 2-3 ദിവസം നടന്ന കാര്യങ്ങളെല്ലാം അങ്ങ് ചുരുക്കി പറഞ്ഞു. പ്രണവിനെ കണ്ടതും തെറ്റിദ്ധരിച്ചതും അവളെ അടിച്ച കാര്യം ആ രീതിക്കല്ലെങ്കിലും വേറൊരു രീതിക്ക് അവളെ ഉപദ്രവിച്ചു എന്നുള്ള കാര്യം കൂടെ അമ്മയെ അറിയിച്ചു. അതിന്റെ കൂടെ അവൾക്ക് അവനെ ഇഷ്ടമെന്നുള്ള കാര്യം കൂടെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഇനി അമ്മയുടെ റിപ്ലൈ നമുക്ക് നോക്കാം. എന്തൊക്കെയാണോ ഞാൻ കേൾക്കുന്നേ? എടാ മഹി, നീ ഒരു പെണ്ണിന്റെ നേരെ കൈ ഊന്നിയോ? ഇങ്ങനെയാണോടാ നിന്നെ ഞാൻ വളർത്തിയത്? നീ എപ്പോഴേലും നിന്റെ പാരന്റ്സ് ഇങ്ങനെ ബിഹേവ് ചെയ്യുന്നത് നിന്റെ ഓർമ്മയോ നീ കണ്ടിട്ടുണ്ടോ? എപ്പോഴെങ്കിലും ഇന്ദ്രജിത്ത് പ്രിയങ്കനെ അടുക്കുന്നതോ പറയുന്നതോ നീ കേൾക്കുന്നുണ്ടോ? ഈ വീട്ടിലെ ഏറ്റവും കൂടുതൽ ബഹളം വെക്കുന്നത് നീയാണ്. കെട്ടിക്കഴിഞ്ഞ പെണ്ണിന് പോലും നീ ഒരു സൗകര്യം കൊടുക്കണില്ല എന്ന് പറയുമ്പോ ഞാൻ എന്താ പറയാ? നിന്നെ എനിക്ക് തല്ലാൻ അറിയാഞ്ഞിട്ടല്ല, പക്ഷെ അതെനിക്ക് വേണ്ടാതെ വെച്ചിട്ടാണ്. നീ കാരണം അവള് വിഷമിക്കാൻ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. നീ നിന്റെ സ്വന്തം ഭാര്യ പോലെയാണോ നീ അവളെ കാണുന്നേ? അമ്മ സോറി, എനിക്കറിയാം ഞാൻ ചെയ്ത തെറ്റാന്ന്. പക്ഷെ ഞാൻ സ്വഭാവം ഇങ്ങനെയാണെന്ന് അറിയാലോ അമ്മയ്ക്ക്. ടൈം എടുക്കും എനിക്ക്. സോറി അമ്മേ. സോറി നീ എന്നോടല്ലടാ പറയണ്ടേ, അവളോടാ പറയണ്ടേ. എന്നോട് പറഞ്ഞു ഞാൻ എനിക്ക് കാണിക്കാന്. അമ്മേ ഞാൻ സോറി ഒക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞില്ലേ, ഞാനൊരു ചാൻസ് ഞങ്ങളുടെ മാരേജ് ലൈഫിൽ കൊടുക്കാനായിട്ട് വേണ്ടിയും കൂടെ ആണ്. അപ്പൊ അതിന്റെ ഇടയ്ക്കാണ് അവൾക്ക് ഇഷ്ടമാണെന്നും കൂടിയൊക്കെ ഞാൻ അറിഞ്ഞത്. ഞാൻ എന്ത് ചെയ്യുമെന്നേ? എടാ, ഇത്രയൊക്കെ നീ അവളെ പറഞ്ഞിട്ടും ചെയ്തിട്ടുമില്ലേ? അവള് നിന്നെ തിരിച്ചൊന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ നീ അപ്പം മനസ്സിലാക്കണം അവൾക്ക് നിന്നോടുള്ള ഇഷ്ടം. നീ എന്ന് വെച്ചാൽ അവൾക്ക് ജീവനാന്നുള്ള കാര്യം എനിക്കും പ്രിയങ്കയ്ക്കും ഇന്ദ്രജിത്തിനും അറിയാം. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഈ കല്യാണത്തിന് സമ്മതിച്ചത്. അല്ലെങ്കിൽ വേറൊരു പെണ്ണെ ഞങ്ങൾ അങ്ങനെ ഈ വീട്ടിലോട്ട് കയറ്റിക്കൊണ്ട് വരുത്തില്ല. അവൾക്ക് നിന്നെ അറിയാം, അവൾക്ക് നിന്നെ മാറ്റാൻ പറ്റുന്ന ഒരു വിശ്വാസം ഞങ്ങൾക്കുണ്ടായിരുന്നു. അതുകൊണ്ട് മാത്രം അവൾ ഈ വീട്ടിൽ നിന്നത് പോലും. അവളെയാണ് നീ ഇങ്ങനെ ഓരോന്നും ചെയ്തെങ്കിൽ ഞങ്ങൾക്ക് വിഷമമുണ്ടടാ. ഞങ്ങളെ കൂടെ വിശ്വസിച്ചാണ് ആ മോളി വീട്ടിലോട്ട് കയറി വന്നിരിക്കുന്നത്. അവൾക്ക് വൃത്തികെട്ടവന് ഒരിക്കലുമല്ല മോനെ, നീ ലക്കിയാണ് അതുപോലത്തെ ഒരു ഭാര്യയെ കിട്ടിയത്. നീ ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുള്ള റീസൺ അവൾക്ക് അറിയാവുന്നതുകൊണ്ട് മാത്രമാണ് അവൾ ഇപ്പോഴും നിന്റെ കൂടെ ഉള്ളത്. അവളെല്ലാം ക്ഷമിച്ചും സഹിച്ചും ഇരിക്കുന്ന ഒറ്റ റീസൺ അതാണ്. പക്ഷെ നീ എപ്പോഴെങ്കിലും അവളോടുള്ള ഇഷ്ടം അല്ലെങ്കിൽ അവൾക്ക് നിന്നോടുള്ള ഇഷ്ടത്തിനെ പറ്റി വല്ലോ നീ ചോദ്യം ചെയ്താ അവള് പിന്നെ ഭദ്രകാളിയായി മാറും. അത് നീ സൂക്ഷിച്ചോ. അവൾക്ക് നിന്നെ വേണ്ടെന്ന് വെച്ചാൽ അതെനിക്ക് ഒരിക്കലും തോന്നില്ല. പക്ഷെ നിന്റെ പ്രവൃത്തി കാരണം അവൾക്ക് എന്തെങ്കിലും തോന്നിയ അവള് ഡിവോഴ്സ് തരാൻ വരെ റെഡിയാകും. അത് നിന്റെ സന്തോഷത്തിന് വേണ്ടി മാത്രമായിരിക്കും. ഇന്നലെ തന്നെ നീ പറഞ്ഞല്ലോ ഡിവോഴ്സ് തരാന്ന് പറഞ്ഞത്. അത് ഓൺലി ബിക്കോസ് അവൾക്ക് നിങ്ങളുടെ ഇടയിലൊന്നും നന്നായി പോകാത്തോണ്ട് തോന്നിയോണ്ട് മാത്രമാണ്. അതല്ലാതെ അവൾക്കൊരു ഇച്ചിരി സന്തോഷം ഈ ലൈഫിൽ കിട്ടുന്നുണ്ടെങ്കിൽ അവളൊരിക്കലും ഡിവോഴ്സ് ചെയ്യുമെന്ന് അമ്മയ്ക്ക് അറിയാം മോനെ. എനിക്ക് ഇവളെ പറ്റി അറിയാൻ ഇത്രയും കാര്യങ്ങൾ ഉണ്ടായിരിക്കും ഒരിക്കലും ഞാൻ വിചാരിച്ചില്ല. She really loves me. അമ്മ പക്ഷെ എനിക്ക് അവളോട് ഇഷ്ടമുണ്ടോ എന്ന് എങ്ങനെ അമ്മ മനസ്സിലാക്കാം? അയ്യോ മോനെ, അത് അമ്മയ്ക്ക് പറഞ്ഞു തരാൻ പറ്റത്തില്ല മോനെ. ലവ് എന്ന് പറഞ്ഞാൽ ഒരു ഫീലിംഗ് ആണ്, ഒരു വികാരമാണ്. അത് നീ അറിഞ്ഞു തന്നെ മനസ്സിലാക്കണം. ഒരാൾ പറഞ്ഞു തന്നാൽ അതൊരിക്കലും അതല്ല ലവ്. അത് നീയായിട്ട് അനുഭവിക്കണം. നിനക്ക് നേരത്തൊരു പെണ്ണുണ്ടായിരുന്നല്ലോ, അപ്പൊ നിനക്ക് കുറെ കാര്യങ്ങൾ അറിയായിരിക്കുമല്ലോ. അത് നീ കമ്പയർ ചെയ്ത് നോക്കിയാൽ മതി. പക്ഷെ ഞാൻ പറയുന്നില്ല കമ്പയർ ചെയ്ത് ലവ്, ഒരിക്കലുമല്ല. പക്ഷെ നിനക്ക് ഇവളുടെ കൂടെ നിൽക്കുമ്പോൾ ഒരു സന്തോഷമുണ്ടെങ്കിൽ അതൊരു ലവാണ്. നീ അവളുടെ ചിരി കണ്ടാൽ നിനക്ക് അന്ന് ദിവസം നീ ഹാപ്പി ആണെങ്കിൽ അതൊരു ലവാണ്. അവള് കരഞ്ഞാൽ നിനക്ക് വിഷമം വരുന്നുണ്ടെങ്കിൽ അതും ഒരു ലവാണ്.
നിനക്ക് പൊസസീവ് ആവുന്നു, നീ ജലസ് ആകുന്നു, അവിടെ വേറെ ആളുടെ പോകുന്നു. അതൊക്കെ ഒരു ലവിന്റെ ഓരോ രീതികളാണ്. അവളെന്ന് പറഞ്ഞാൽ നിന്റെ മാത്രാണ്, അവൾ നിന്റേത് മാത്രാന്നുള്ളൊരു വികാരം വരില്ലേ, അതും ഒരു ലവാണ്. അങ്ങനെ നിനക്ക് അവളുടെ ഒരു നിന്റെ കുടുംബം, നിന്റെ പിള്ളേര് അങ്ങനെയൊക്കെ നിനക്ക് കാണാൻ തോന്നുന്നുണ്ടെങ്കിൽ maybe I can say that you have started to love someone. താങ്ക് യു സോ മച്ച് അമ്മേ. എനിക്ക് ഇച്ചിരി കാര്യങ്ങളിൽ കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു, പക്ഷെ അമ്മ അതിനുള്ള ക്ലാരിറ്റി എനിക്ക് തന്നു. ബാക്കി ഇനി ഞാൻ തന്നെ തീരുമാനിച്ചോളാം. ആഹാ, മഹിയേട്ടന് നേരത്തെ വന്നോ? എന്താ ഒരു കള്ളത്തിനും അകത്ത് കേറുന്നില്ലയോ? അത് പിന്നെ വഴിയിൽ പോയപ്പോൾ ഞാൻ കണ്ടതാ, അപ്പൊ വിചാരിച്ചു നിനക്ക്. Wow, is this for me? Oh, thank you so much. This is my favorite flowers. It's so beautiful. അതെ അതെ, ജസ്റ്റ് ലൈക്ക് യു. പോ മഹിയേട്ട. എന്റെ ഭാര്യയെ ആ നാണം കണ്ടില്ലേ മുഖത്ത്? വാടി, എനിക്ക് വിശക്കുന്നു. സീരിയസ്ലി? വാ, ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടല്ലോ, ഒന്ന് കഴിക്ക്. എന്താടി ഉണ്ടക്കണ്ണി മൂക്കി വെള്ളം ഇറക്കുന്നേ? പടുത്ത് വെച്ചേക്കും മോളെ. അയ്യോ, ഞാനതിന് നോക്കിയൊന്നുമില്ല. നിനക്കല്ലാതെ പിന്നെ വേറെ ആർക്കാടി അതിനുള്ള അധികാരമുള്ളത്? ഭാര്യയെ നീ എന്നെ എത്ര വേണേലും നോക്കിക്കോ, ഞാൻ നിന്റെ മാത്രമല്ലേ. അതെ അതെ, എന്റെ മാത്രം കലിപ്പൻ ഭർത്താവ്. 2-3 ദിവസം ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട് ചീസി ലൈൻസ് ഒക്കെ. ആഹാ, എന്റെ ഭാര്യ ഓരോന്നും ഒബ്സർവ് ചെയ്യാൻ തുടങ്ങിയല്ലോ. വേറെ എന്തൊക്കെയാ ഉണ്ടക്കണ്ണി നീ ശ്രദ്ധിച്ചത്? വേറൊന്നുമില്ല. ഓ, വേറൊന്നുമില്ലെങ്കില് ശ്രദ്ധിക്കാൻ പറ്റിയ ഓർമ്മ ഏട്ടൻ കാണിച്ചു തരാം. മഹിയേട്ടാ, Oh, look at you, baby girl. എടി ഉണ്ടക്കണ്ണി, ഇന്ന് രാത്രി റെഡിയായിരിക്കുക, നമുക്കിന്നൊരു ഡിന്നറിന് പോവാം. ഡിന്നറോ? ഇന്ന് ഏതെങ്കിലും ഗസ്റ്റിനെ കാണാൻ പോകുന്നുണ്ടോ നമ്മള്?
ഗസ്റ്റ് ഒന്നുമില്ല, നമ്മൾ രണ്ടുപേരും മാത്രം. എന്റെ ദൈവമേ, ഞാനിത് സ്വപ്നം കാണുവാണോ? മിസ്റ്റർ മഹേശ്വർ വർമ്മ എന്നെ റൊമാൻറ്റിക് ഡേറ്റിന് വിളിക്കുമായിരുന്നു. ഓ, ഇവളോട് പറഞ്ഞ് എന്നെ വേണം പറയാൻ. എന്നാ ശരി, നിന്റെ റൊമാൻറ്റിക് ഡേറ്റ് എങ്കിൽ ഡേറ്റ് റെഡിയായിരിക്കും, ഞാൻ പിക്ക് ചെയ്യാൻ വരാം. നീ ഈ സാരി ഉടുക്കുമ്പോൾ എങ്ങനെയാണ് എപ്പോഴും എന്റെ കൺട്രോൾ കളയുന്നേ? അതിന് കൺട്രോള് കളയാതെ ഞാനൊന്നും ചെയ്തില്ലല്ലോ. നീ ഒന്നും കാണിക്കണ്ട, എന്റെ കൺമുന്നിൽ ഇങ്ങനെ വന്ന് നിന്ന് തന്നാ പോരെ. എന്റെ കൺട്രോളൊക്കെ അങ്ങ് പറന്നു പോകും. എന്തേ, കാണിച്ചു തരണോ? വേണ്ട വേണ്ട, ഞാൻ ചുമ്മാ പറഞ്ഞതാ. ബബായിട്ടാ, നമുക്ക് ഡിന്നർ കഴിക്കാൻ പോണ്ടേ? Yes, Stephen, is everything ready? Okay, sure. Rooftop vacant ആണ്, ഒന്നും കൂടെ നോക്കിയേക്ക്. പിന്നെ ഞങ്ങൾ ഇപ്പോൾ എത്താറായി. So please keep two securities downstairs. Thank you. റൂഫ് ടോപ്പ് എന്താ മഹിയേട്ടാ വീക്കെൻഡ് ആക്കുന്നത്? ആൾക്കാരുള്ളപ്പോഴല്ലേ രസം. നമ്മൾ രണ്ടുപേരും സൈലന്റ് ആയി പോകത്തില്ലേ? അതൊന്നും ഓർത്ത് എന്റെ ഭാര്യ വിഷമിക്കണ്ട. എന്റെ ഹോട്ടൽ, എന്റെ ഏരിയ, എന്റെ വൈഫ്. ഞാൻ നിന്നെ നോക്കിക്കോളാം. അല്ലെങ്കിൽ നീ അവിടെ പോയി കഴിഞ്ഞാൽ എല്ലാവരുടെയും അറ്റൻഷൻ സീക്കും. എന്റെ കണ്ണുകൾക്ക് മാത്രമാണ് നിന്റെ ഈ ലുക്ക്. ഞാൻ മുന്നേ പറഞ്ഞിട്ടുള്ള ഡയലോഗാ. Oh, you're too possessive. Yes, maybe. And I don't care. I'm happy to be possessive of you, my baby wife. Wow, what a beautiful building is this. മഹിയേട്ടാ നല്ല രസമുണ്ട് ഇത് കാണാൻ. അതെ അതെ, പക്ഷെ നിന്റെ അത്രയും വരത്തില്ല. Wow, നമ്മൾ മാത്രമുള്ള ഏരിയയില്, പക്ഷെ നല്ല രസമുണ്ട് മഹിയേട്ടാ. താങ്ക് യു സോ മച്ച് ഫോർ ദിസ്. മഹിയേട്ടാ, if you don't mind, ഞാൻ കാർ ഓടിച്ചോട്ടെ പ്ലീസ്? അതിന് നീ എന്തിനാ പേടിക്കുന്നേ? ധൈര്യത്തിൽ എന്നോട് ചോദിക്ക്. ഈ കാറ് എന്റേതുപോലെ തന്നെ നിന്റേതുമാണ്. യു ആർ മൈ വൈഫ് ആൻഡ് ഐ ഹാവ് സ്റ്റാർട്ടഡ് ടു അക്സെപ്റ്റ് ദാറ്റ്. സോ വാട്ട് എവർ ഇസ് മൈൻ, ദാറ്റ് ഈസ് ഈവൻ യോഴ്സ്. ഓക്കെ? മഹിയേട്ടാ, വണ്ടിക്ക് എന്തോ ഒരു പ്രശ്നമുള്ള പോലെ തോന്നുന്നു. ഓ നോ, മഹിയേട്ടാ പെട്രോൾ തീരാറായി. റിസർവ് ചെയ്താ പോകുന്നെന്ന് തോന്നുന്നു. എന്തു ചെയ്യും? നമ്മളേതോ കാട്ടിനകത്തേത്. ഓ ഫക്ക്, ഞാൻ നിന്നെ ശ്രദ്ധിച്ചോണ്ടിരുന്നു. ഞാൻ സെക്യൂരിറ്റീസിനടുത്ത് പെട്രോൾ നിറയ്ക്കാൻ പറയാൻ മറന്നുപോയി. നീ കാര്യം ചെയ്തിരി, ആളുള്ള ഏരിയയിലോട്ട് പോ. മഹിയേട്ടാ നല്ല മഴ, എനിക്കൊന്നും കാണുന്നില്ല റോഡ്. ഷോ, മഹിയേട്ടാ വണ്ടി ഏതാണ്ട് നിക്കുന്നു. ഓ എന്റെ അടി, നിനക്ക് മഴയത്ത് വണ്ടി ഓടിക്കാൻ അറിയത്തില്ലെങ്കിൽ പിന്നെ നീ എന്ത് കാണാനാ എന്റെ കയ്യിൽ നിന്ന് വണ്ടി എടുത്തേ? ഇതാണ് നിന്റെ പ്രശ്നം. എന്നെ ദേഷ്യം പിടിപ്പിക്കാൻ തുടങ്ങി വീണ്ടും. ഓ ഇറങ്ങ്, വണ്ടിയിൽ നിന്ന് ഇറങ്ങി നീ ഇപ്പൊ. സോറി മഹിയേട്ടാ, എന്നെ വണ്ടി ഇറക്കി വിടല്ല. സോറി, ഞാൻ റിപ്പീറ്റ് ചെയ്തിട്ടില്ല. എനിക്ക് ഏരിയ അറിയത്തില്ല. എന്നെ തന്നെ ആക്കല്ലേ.
നീ ഇപ്പൊ എന്തിനാ കരയുന്നേ? എടി വണ്ടി നിറങ്ങാൻ പറഞ്ഞു ഞാൻ അപ്പുറത്ത് കയറാമെന്ന്, അല്ലാതെ നീ ഇവിടെ ഇറക്കി വിടൂന്നല്ല. ഇവളെ ഞാൻ ഓഹോ അങ്ങനെ. മഹിയേട്ടാ, ഇനി മഹിയേട്ടൻ ഇങ്ങോട്ട് വന്നിട്ട് കാര്യമൊന്നും തോന്നുന്നില്ല. പെട്രോൾ മാത്രമല്ല, വണ്ടി സ്റ്റാർട്ട് ആകുന്നില്ല. പെട്രോൾ പക്ഷെ ഇച്ചിരിയും കൂടെ ഉണ്ട്. വണ്ടി എന്തോ സീനായി. വാട്ട് എ വണ്ടർഫുൾ റൊമാൻറ്റിക് നൈറ്റ്. ഒരു കാര്യം ചെയ്യാം, ഞാൻ വണ്ടിയുടെ ഫ്രണ്ടിൽ പോയി നോക്കട്ടെ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടോ എന്ന്. നീ ഇതിന്റെ അകത്ത് തന്നെ ഇരുന്നാ മതി. എന്റെ പൊന്നടി, നീ ഇപ്പൊ എന്തിനാ വണ്ടിക്ക് അകത്തുനിന്ന് ഇങ്ങോട്ട് ഇറങ്ങി വന്നത്? നനയാൻ വേണ്ടിയോ? എന്റെ കൃതിക മര്യാദയ്ക്ക് കേറിയിരിക്കും. വേണ്ട മഹിയേട്ടാ, എനിക്ക് അതിനകത്ത് ഇരുന്നിട്ട് ബോറടിക്കുന്നു. ഞാനും ഇവിടെ നിന്ന് നോക്കാം, എനിക്ക് കുഴപ്പമൊന്നുമില്ല. മഴ എന്തോ കംപ്ലൈന്റ് ആയി എഞ്ചിൻ. ഒരു കാര്യം ചെയ്യാം, അവരവരും വിളിച്ചു വരുത്തേണ്ടി വരും. പക്ഷെ ഇവിടെ പണ്ടാലും സിഗ്നലും കിട്ടുന്നില്ലല്ലോ. എന്തോ കോപ്പിന് പരിപാടിയായത്. മഹിയേട്ടാ, എന്റെ അമ്പറല്ല പറന്നു പോയി. Wow, what a disaster you are. ഒന്നാമത് എനിക്കിവിടെ ഒന്നുമില്ല. നീ ഇവൻ നനഞ്ഞിരിക്കാതെ വണ്ടിക്കകത്ത് വല്ലതും പോയി ഇരിക്കും. എല്ലാവരും കണ്ട. അയ്യേ, ഞാൻ നനഞ്ഞു. എനിക്ക് വണ്ടിക്കകത്തിരിക്കണ്ട മഹിയേട്ടാ, നമുക്ക് നടക്കാം. ഇവിടെ എന്തെങ്കിലും ഷെൽട്ടർ കാണാതിരിക്കത്തില്ല. വാ. നിനക്ക് ഇത്തിരി വാശി വല്ലതും കൂടിയോ? ഇനി ഈ റൂട്ട് വേറെ വീടുകളൊന്നും ഇല്ല. പിന്നെ പിന്നെ ഒരു വീടുണ്ട്. അത് ആ ഒരു വീടുണ്ടല്ലോ, നമുക്കൊന്ന് പോയി ചോദിക്കാം മഹിയേട്ടാ. നമുക്ക് ഇന്നൊരു ദിവസത്തേക്ക് വേണ്ടി മാത്രം, നാളെ ആരെയും വരുമ്പോൾ നമുക്ക് തിരിച്ചു പോകാമല്ലോ. പ്ലീസ് മഹിയേട്ടാ, അങ്ങനെ ചോദിക്കാം. അത് പിന്നെ അതെന്റെ വീട് തന്നെയാ. അത് പണ്ട് ഞാനും എന്റെ എക്സും കൂടെ മേടിച്ചൊരു വീടാ. നിനക്ക് സീനില്ലെങ്കിൽ നമുക്ക് അങ്ങോട്ട് പോകാം. ഓ ഓക്കെ, മഹിയേട്ടന് കുഴപ്പമില്ലെങ്കിൽ എനിക്കും കുഴപ്പമില്ല. അത് നിങ്ങളുടെ മെമ്മറീസ് ഉള്ള വീടാണല്ലോ. ഞാനിനി അങ്ങോട്ട് വന്ന് മഹിയേട്ടന് ഇഷ്ടം. മഹിയേട്ടന്റെ മാൻഷൻ എനിക്ക് കാണണമെന്ന് കുറെ തവണ ആഗ്രഹമൊക്കെ ഉണ്ട്. പക്ഷെ വേണ്ട മഹിയേട്ട, നമുക്ക് വേറെ എവിടെയെങ്കിലും നോക്കാം. നോ കൃത്തിക, ഞാൻ പറഞ്ഞല്ലോ ഞാൻ നിന്നെ എന്റെ വൈഫായിട്ട് അക്സെപ്റ്റ് ചെയ്യാൻ തുടങ്ങിയെന്ന്. എന്റേതെല്ലാം നിന്റേതുമാണ്. ആ മാൻഷൻ എനിക്ക് കാണിക്കുന്നതിന് യാതൊരു കുഴപ്പമില്ല. നിനക്കതിൽ വിഷമം വരണ്ടെന്ന് മാത്രമേ എനിക്കുള്ളൂ. ബട്ട് ഇഫ് യു ആർ റെഡി ദെൻ ബാ, നമുക്ക് അങ്ങോട്ടേക്ക് ഒരുമിച്ച് പോകാം. ഓ മൈ ഗോഡ്, മഹിയേട്ട, എന്ത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വീടാ. ഓ, ഇത് ഹെവൻ പോലുണ്ട്. ഓ ഉണ്ട കണ്ണി, പതുക്കെ പതുക്കെ. എന്തൊരു ചെലപ്പാ നീ. ഇതാണല്ലേ സ്നേഹ? നിങ്ങളുടെ പിക്ചേഴ്സ് ഒക്കെ ഇപ്പോഴും ഉണ്ടല്ലേ? കൃതിക, പ്ലീസ് ഡോണ്ട് മിസ്അണ്ടർസ്റ്റാൻഡ്. എനിക്ക് അവളോട് യാതൊരു റൊമാൻറ്റിക് ഫീലിംഗ്സും ഇല്ല. അത് ഞാൻ നിന്നോട് നേരത്തെ കൺഫ്യസ് ചെയ്ത കാര്യമാണ്. പിന്നെ യെസ്, വി ഹാഡ് എ ഗുഡ് ബെസ്റ്റ് ഫ്രണ്ട് റിലേഷൻഷിപ്പ് ഫോർ 15 to 16 years. അതുകൊണ്ട് മാത്രമാണ് ഞാൻ ആക്ച്വലി ഇത് കയറി കളയാഞ്ഞത്, അല്ലാതെ വേറെ റീസണും ഇല്ല. ഇല്ല മഹിയേട്ടാ, ഞാനൊന്നും മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്തില്ല. ജസ്റ്റ് ഞാൻ നിങ്ങളുടെ പടം ഒന്ന് കണ്ടപ്പോ എനിക്ക് പെട്ടെന്ന്. ഇല്ല മഹിയേട്ടാ, ബാ, നമുക്കതൊക്കെ വിടാം. എന്റെ ആ നേരത്തെ കുറുമ്പിപ്പെണ്ണ് എന്തിയേ? വേണ്ട കൃതിക, കള്ളം പറയണ്ട. എനിക്കറിയാം നിനക്ക് വിഷമമായെന്ന്. നീ സങ്കടപ്പെടാതിരിക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞത് ഇങ്ങോട്ട് വരണ്ടാവുന്നു. പക്ഷെ അത് നിന്റെ വാശിയായിരുന്നല്ലോ. And I have no problem with that. I wanted you to come here so that you can see all these. ഞാൻ ഇവിടെ എപ്പോഴും വരുന്നത് നീ വിചാരിക്കുന്ന പോലെ ഒരു ഇഷ്ടം മിസ്സാവുന്നത് കൊണ്ടോ അതുകൊണ്ടൊന്നും അല്ല. It is just that I don't have good friends. ഇവളായിരുന്നു എന്റെ ബെസ്റ്റ് ഫ്രണ്ട്. ഇവിടെ പോയതിനു ശേഷം ഞാൻ ഒറ്റപ്പെട്ടു. പ്രണവ് നിന്റെ ലൈഫിൽ പോയാൽ എങ്ങനെയാണോ അതുപോലായിരുന്നു ഞാൻ. ആ ലൈഫിൽ നിന്ന് എന്നെ കരകയറ്റിയത് നീയാണ്. നീ വന്നതോടെയാണ് എനിക്കിപ്പോ ഇച്ചിരി സന്തോഷമുണ്ട് ലൈഫിൽ. ഐ എം മോർ എക്സൈറ്റഡ് ടു വാട്ട് ഹാപ്പൻസ് നെക്സ്റ്റ്. ഐ ഈവൻ എൻജോയ് അവർ ഈച്ച് ആൻഡ് എവറി മൊമെന്റ്.
ഒരു റൊമാൻറ്റിക് ഡേറ്റ് പോലും ഞാൻ ആഫ്റ്റർ എത്ര ഇയേഴ്സിന് ശേഷം പോകുന്നതെന്ന് അറിയോ? And I'm enjoying every single bit of it. അപ്പൊ എന്റെ കുറുമ്പി പെണ്ണ് അതൊന്നും ആലോചിച്ച് വിഷമിക്കണ്ട. ഓക്കെ? മഹിയേട്ടാ, താങ്ക് യു സോ മച്ച്. മഹിയേട്ടൻ നീ പറഞ്ഞത് എത്ര വലിയ കാര്യങ്ങളാന്നുള്ളത് മഹിയേട്ടന് മനസ്സിലാവത്തില്ല. പക്ഷെ അത് എന്റെ ഹൃദയത്തിന് ദിസ് ഇസ് സോ ബിഗ് ഡീൽ. താങ്ക് യു സോ മച്ച്. ആൻഡ് മഹിയേട്ടാ, ഐ ലവ് യു സോ മച്ച്. I love you so much. Like, ഒന്നും ചോദിക്കില്ലേ? എനിക്കിത് പറയണമെന്നില്ലായിരുന്നു, പക്ഷെ I'm sorry, but I really, really love you so much. അത് ഇന്നും ഇന്നലെ തുടങ്ങിയതല്ല, ഒത്തിരി വർഷങ്ങളായി. ആൻഡ് അതെങ്ങനെയാ എന്താന്ന് എന്നോട് ചോദിക്കില്ലേ? ലെറ്റ് ഇറ്റ് ബി വിത്ത് മീ. എനിക്കറിയാം മഹിയേട്ടൻ എന്നോട് ഒരിക്കലും ആ ഒരു രീതിക്ക് ഇഷ്ടം വരില്ലെന്ന്. ഞാൻ പറയണ്ടെന്ന് കുറെ വിചാരിച്ചു, പക്ഷെ എന്നെ കൊണ്ട് പറ്റുന്നില്ല. സോറി മഹിയേട്ട. ഒന്നും പറയണ്ട. Thank you so much for letting me know. You are the most beautiful thing that ever happened in my life. You are my precious wife. നീ എന്റെ മാത്രമാ കൃതി. ഞാൻ വേറെ ആർക്കും നിന്നെ വിട്ടുകൊടുക്കത്തില്ല. വേറെ ആർക്കും എന്നെ വിട്ടുകൊടുക്കില്ലേ മഹിയേട്ട. I want to be only yours. I love you so much. മഹിയേട്ട, can you make me yours? ഇന്ന് എല്ലാ അർത്ഥത്തിലും മഹിയേട്ടനെ സ്വന്തമാക്കാവൂ. കൃതി, are you sure about that? കാരണം ഞാൻ തുടങ്ങിക്കഴിഞ്ഞ പിന്നെ എനിക്ക് കൺട്രോൾ ഉണ്ടാവത്തില്ല. നീ നിർത്താൻ പറഞ്ഞാൽ പോലും അത് എന്നെ കൊണ്ട് സാധിക്കത്തില്ല. അതൊരു സൂക്ഷിച്ചു വേണം നീ എന്നെ സമ്മതിക്കാൻ. സമ്മതം. ഞാനും കിടക്കുന്ന കണ്ടില്ലേ? You're such a peace. Nobody. Kriti, the body, you taste like wine. Fuck. I'm addicted. എങ്ങനെ വേണം എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ലേ? Kriti,
താങ്ക് യു സോ മച്ച് ഫോർ ദിസ് ബ്യൂട്ടിഫുൾ നൈറ്റ്. ഒരിക്കലും ഞാൻ ഇത് മറക്കത്തില്ല. യു ആർ മൈൻ. നിന്നെ അറിഞ്ഞതിന് ശേഷം എനിക്ക് ആർക്കും കൊടുക്കാൻ പറ്റത്തില്ലടി. നീ എന്നെ വിട്ട് പോകല്ലേ. നീ ഇത് പറ്റത്തില്ലടി. അയ്യോ, ഇതെന്ത് പറ്റി? ഞാനല്ലോ മഹിയേട്ടാ. അയ്യോ, ഓക്കെ? ആഹാ, എന്റെ വൈഫി രാവിലെ എഴുന്നേറ്റോ? ഗുഡ് മോർണിംഗ് ബേബി ഗേൾ. മഹിയേട്ടാ, ബാക്കിൽ എന്താ കൊറേ സ്ക്രാച്ചസ് കാണുന്നേ? ഞാനത് ഇന്നലെ ശ്രദ്ധിച്ചില്ല. അതെന്ത് പറ്റി അവിടെ? ഓ, അതാണോ? അതിന്നലെ രാത്രി എന്റെ ഭാര്യ എന്ന് പറയുന്ന ഒരുത്തിയുണ്ട്. അവൾ എന്നെ നല്ലോണം മാന്തി പറിച്ച് കളിച്ചതാ. ഞാനോ? അയ്യോ മഹിയേട്ടാ, ഐ ആം വെരി സോറി. ഞാനത് നിങ്ങളുടെ ശ്രദ്ധിച്ചില്ല. അതിനെന്തിനാ എന്റെ ബേബികൾ എന്നോട് സോറി പറയുന്നത്? നീ ഇന്നലെ രാത്രി നല്ലോണം ആസ്വദിച്ചതുകൊണ്ടല്ലേ എനിക്ക് ആ മാർക്കുകൾ കിട്ടിയത്. അതുകൊണ്ട് എനിക്ക് സന്തോഷമേ ഉള്ളൂ. എന്താ മഹിയേട്ടാ മിണ്ടാതിരിക്കും? ഞാൻ എന്തിനാടി മിണ്ടാതിരിക്കുന്നേ? ഇന്നലെ രാത്രി കാണിച്ചൂട്ടിയതൊക്കെ ഓർമ്മയില്ലേ നീ? ആ ശബ്ദം, അതിനി എനിക്ക് എത്ര കേട്ടാലും മതിയാവത്തില്ല. നിന്റെ ഒരു വേറെ രൂപമല്ലേ ഞാൻ ഇന്നലെ രാത്രി കണ്ടത്. അതും വെളുപ്പിനെ വരെ നമ്മൾ ഉറങ്ങിയിട്ടുമില്ല. മഹിയേട്ടാ, പ്ലീസ് ഷട്ട് അപ്പ്. Then make me, baby girl. അയ്യടാ, മേക്ക് മീന്ന്. ഇനി എന്റെ കിസ്സൊന്നും പ്രതീക്ഷിക്കണ്ട. ഒന്ന് പോയി കഴിഞ്ഞിട്ട്. ആണോ? ഇനി അങ്ങനെ പറഞ്ഞ സ്ഥിതിക്ക് നിന്നെ എനിക്ക് അങ്ങനെ വെറുതെ വിടാമോടി? എല്ലാവരും പൊരിഞ്ഞ പണിയിലാണല്ലോ. കൃതി, എനിക്കിന്ന് ലഞ്ച് തന്നിടണ്ട. ഞാൻ പുറത്തുനിന്നാ കഴിക്കുന്നത്. എനിക്കിന്ന് ക്ലയൻസ് ആയിട്ട് മീറ്റിംഗ് ഉണ്ട്. അതുകൊണ്ട് ലേറ്റും കൂടെ ആകുവേ. പോയിട്ട് വരാം ഞാൻ. ടേക്ക് കെയർ. ബൈ. പോവാണേ അമ്മേ. പോവാണേ പ്രിയങ്ക. എന്തായാലും അമ്മേ നന്നായി. മഹിയേട്ടന്റെ നല്ല ചേഞ്ചാ കാണുന്നേ. നമ്മുടെ ആഗ്രഹം എന്തായാലും സാധിച്ചു. അത് സത്യം മോളെ. ഞാൻ അന്ന് പറഞ്ഞില്ലേ, ഈ വീട്ടിൽ എന്റെ മരുമോള് വന്നാ മതി, എന്റെ മഹിമോൻ മാറുമെന്ന്. അത് അതുപോലെ തന്നെ സംഭവിച്ചു. ഈ സന്തോഷം തീരുമേ ഇങ്ങനെ നിന്നു പോയാൽ മതിയായിരുന്നു ഈ കുടുംബത്തിൽ. Hey Maheshwar, it's been so long. How are you? I'm fine. നീ എപ്പോഴാ തിരിച്ചു നാട്ടിൽ വന്നേ? ഞാൻ വന്നിട്ട് 2 ദിവസമേ ആകുന്നുള്ളൂ. ഞാന് നമ്മുടെ ഈ കഫേലോട്ടൊന്ന് വരാമെന്ന് വിചാരിച്ചാണ് ഇപ്പൊ ഇറങ്ങിയത്. നിനക്ക് ഓർമ്മയുണ്ടോടാ ഈ സ്ഥലമൊക്കെ? നമ്മുടെ കുറെ പഴയ കഥകളൊക്കെ ഇതിനല്ലേ. But I'm happy that I could meet you here. ഞാൻ ഒട്ടും എക്സ്പെക്ട് ചെയ്തില്ല. നീ നിന്റെ പഴയ കോഫി തന്നെ കുടിക്കാൻ വന്നതായിരിക്കും അല്ലേ?